അപ്പൊ സത്യദർശനം. അപ്പൊ സത്യമായ ചില കാര്യങ്ങളെ ദർശിക്കുക. സീ ദ റിയാലിറ്റി, സീ ദ ട്രൂത്ത്. അപ്പൊ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ കാണാതെ പോകുമ്പോഴാണ് സത്യത്തിൽ ലൈഫിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്നത്. എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡിന് കയറ്റമുണ്ട്, റോഡിന് ഇറക്കമുണ്ട്. ഒരു പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് ഓളങ്ങളുടെ ഉയർച്ച താഴ്ചകളൊക്കെ അനുഭവപ്പെടണം. ഉണ്ടോ? ഒരുപോലെയല്ല. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും ഒരു പകലുമുണ്ട്, പറയൂ, രാത്രിയുമുണ്ട്. നമുക്കറിയാം, മഴക്കാലത്ത് നമ്മൾ കുടയില്ലാതെ മുന്നോട്ട് പോയാൽ മഴ കൊള്ളേണ്ടി വരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരും. ഒരു രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാം ടോർച്ച് വേണം, അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ ഇരുട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ ഇരുട്ടിനെ മാനേജ് ചെയ്യാൻ ടോർച്ച് കയ്യിൽ വെക്കുന്ന പോലെ, മഴയെ മാനേജ് ചെയ്യാൻ കുട കയ്യിൽ വെക്കുന്ന പോലെ, ഇതുപോലെ ലൈഫിലും ചില കാര്യങ്ങൾ ഉള്ളിൽ വെക്കേണ്ടതുണ്ടോ? വേണ്ടതുണ്ടോ? അതോ ഒന്നും വരില്ല, എന്തും നേരിടാം എന്നൊക്കെ ഇന്നത്തെ യൂത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം അതാണ്. അവർക്കെല്ലാം ഓവർ കോൺഫിഡൻസ് ആണ്. ബൈക്ക് എടുത്തു പോകുന്ന സമയത്ത് ഒരു ഓവർ കോൺഫിഡൻസ് ആണ്, ഒന്നും വരില്ല എന്നുള്ളത്. പക്ഷെ ഇത് റേസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുന്നോ, വല്ലവരും ക്രോസ് ചെയ്ത് അടിക്കുന്നോ? നിങ്ങൾ നോക്കും, ബൈക്കും ആക്സിഡന്റ് ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ്, അല്ലേ? ബൈക്കും തമ്മിൽ ആക്സിഡന്റ് ഉണ്ടാവുക പറഞ്ഞാൽ അത്ര കെയർലെസ് ആയിട്ട് ഓടിച്ചു വരുന്നവർക്കാണ്. ആടോ അല്ലേ? പറയൂ. അപ്പോ ഇവിടെ ഓവർ കോൺഫിഡൻസ് ആണ് പലപ്പോഴും നമ്മളെ പല അപകടങ്ങളിലും പറയൂ കൊണ്ടെത്തിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിന് നമ്മളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. ചില കുട്ടികളുണ്ടല്ലോ, വെള്ളത്തിൽ ചാടി മരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. മറ്റുള്ളവർ ചാടുമ്പോൾ എനിക്കും ചാടാൻ സാധിക്കുന്നുള്ളത്. ഇപ്പം അടുത്ത കാലത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റാഗിങ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും. ഈ റാഗിങ്ങിലൂടെ കടന്നു പോകുന്ന കുട്ടികളും റാഗിങ് ചെയ്യുന്ന കുട്ടികളും, നിങ്ങൾ നോക്കൂ, റാഗിങ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരെ വിചാരം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ലേ, ഞങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളൊരു ധാരണയിലാണ് അവരിയ്ക്കുന്നത്. ആണോ? ഇതേപോലെ റാഗിങ്ങിന് വിധേയരാവുന്ന അതിൻ്റെ വിക്റ്റിമായിട്ടുള്ള കുട്ടികൾ, അവരെ വിചാരം എന്താണ്? ഇതിലൂടെയൊക്കെ കടന്നുപോയി ലോകം അറിയരുത്, എൻ്റെ മാനം പോകരുത്, എൻ്റെ വീട്ടുകാരറിയരുത്, അങ്ങനെയൊക്കെയല്ലേ? ആണോ അല്ലയോ? ഇതെവിടെ കൊണ്ടെത്തുന്നു, ഇതെങ്ങനെ എത്തുന്നു എന്നുള്ളൊക്കെ പിന്നീട് ദുരന്തങ്ങൾ വരുമ്പോഴാണ് ലോകം തന്നെ അവർക്ക് പറയൂ അറിയുന്നത്. ദുരഭിമാനം കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ആണോ? ദുരഭിമാനം കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ദുരഭിമാനം എത്ര സമയം അവർക്ക് ഉച്ചവരെ അപ്പൊ ദുരഭിമാനം അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ഇവിടെയാണ് നമുക്ക് ഒരു ആത്മീയ ദർശനം, the vision of life through a spiritual dimension. ഒരു ആത്മീയതയിലൂടെ ജീവിതത്തെ കാണുക. അപ്പൊ ആത്മീയതയിലൂടെ ജീവിതത്തെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവുക, മെന്റലി നമ്മളെ എംപവർ ചെയ്യുക, മെന്റലി നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക. അപ്പൊ നമുക്ക് ഏതു പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കരുത്ത്, ഒരു ശക്തി എവിടെ കണ്ടെത്താം? നമ്മുടെ ഉള്ളില്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, പുറത്തെ പ്രശ്നമല്ല പ്രശ്നം, അകത്തെ കരുത്തില്ലായ്മയാണ് പ്രശ്നം. പുറത്തെ പ്രശ്നം അത് പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അത് അങ്ങനെയാണ്. നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ആത്മീയത എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് നോട്ട് പ്രെയർ, ഇറ്റ് ഈസ് നോട്ട് ബിലീഫ്. അതൊരു ബിലീഫ് അല്ല, അതൊരു പ്രെയർ അല്ല. ആൻഡ് ആത്മീയത എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് പ്രാക്ടീസുമല്ല. ആത്മീയത എന്ന് പറയുന്നത് ഫുൾ കൺവിക്ഷനോട് കൂടിയിട്ട്, നമുക്ക് ബോധ്യത്തോട് കൂടിയിട്ട്
നമ്മൾ റെഗുലർലി സിസ്റ്റമാറ്റിക്കലി കൺസിസ്റ്റന്റ്ലി ചില കാര്യങ്ങൾ കൊണ്ട് നടന്ന് നമ്മൾ ഇതിൻ്റെ ഒരു സയൻസ് ഉൾക്കൊള്ളുകയാണ്. ഞാൻ കാലത്ത് മുതൽ പറയുകയാണ് നിങ്ങളോട്, ഈ നാമം ജപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സിനുള്ളിലേക്ക് ഒരു ഡിവൈൻ എനർജി. നോക്കൂ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഒരാൾ നമ്മളെ മെന്റലി അപ്സെറ്റ് ആക്കണം, നെഗറ്റീവ് പറയുന്നു, വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, വളരെ വളരെ മോശം വാക്കുകൾ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, അത് നമ്മുടെ മെന്റൽ എനർജിയെ ഡൗൺ ആക്കുമോ? ഇല്ലയോ? ഇല്ല. നമ്മളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങളൊക്കെ കെട്ടിച്ചമച്ച് ഉണ്ടാവും, എന്താവട്ടെ, പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വേദന ഉണ്ടാവുമോ? ഇല്ലയോ? അപ്പോ നിങ്ങൾ ഇതിലേ നടക്കുമ്പോൾ ഞാൻ വെറുതെ കഴുതാന്ന് വിളിച്ചാൽ അത് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ അപ്സെറ്റ് ആവാൻ നിങ്ങൾക്ക് അത് അത്രയും മതി. ആണോ? ഇതൊന്നും ഇണ്ടാത്ത നിങ്ങൾ. അപ്പം ഒരു നെഗറ്റീവായ ശബ്ദം, ഒരു നെഗറ്റീവായ കമന്റ്, ഒരു നെഗറ്റീവായ അലിഗേഷൻസ് മൈൻഡ് എത്രമാത്രം അതെടുക്കുന്നു നോക്കൂ നിങ്ങൾ. അപ്പം മൈൻഡിനൊരു നെഗറ്റീവ് എനർജി എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു അനുഷ്ഠാനത്തിന്റെ പോസിറ്റീവ് എനർജി എടുക്കാനും മൈൻഡിന് പറ്റില്ലേ? അതെന്തേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തത്? അതെന്തേ നമ്മൾ മനസ്സിലാക്കാതെ പോയത്? അപ്പൊ റെഗുലർലി നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കലി കൺസിസ്റ്റന്റ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മൈൻഡ് അതിൻ്റെ പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് ക്രമേണ നിങ്ങൾക്ക് കാണാം മെന്റൽ സ്ട്രെങ്ത്. ഈ മെന്റൽ സ്ട്രെങ്ത് വരും തോറും ഇതൊരു സീസോ പോലെയാണ് ലൈഫ്. മെന്റലി സ്ട്രോങ് ആവും തോറും പ്രോബ്ലംസിന്റെ ഗ്രാവിറ്റി സൈസ് ചെറുതാവും. മൈൻഡ് വീക്ക് ആവും തോറും പ്രോബ്ലത്തിന്റെ തീവ്രത കൂടും. അതുകൊണ്ടാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർലി നിങ്ങൾ കുറച്ച് സമയത്തിന് വേണ്ടി ചെലവഴിച്ച് നോക്കൂ. ഒരു 10-15 മിനിറ്റ്സ് എങ്കിലും ചെലവ്. അതാണ് ഗീതയിൽ പറയുന്നത്, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാൽ. സ്വല്പം, അങ്ങനെ കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചാൽ മാറ്റം മനസ്സിൽ ഉണ്ടാകും. മനസ്സിന് മാറ്റം ഉണ്ടാക്കുന്നതാണ് ആത്മീയത. സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ പ്രയർ, സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ ബിലീഫ്, and spirituality is not blindly doing anything. Spirituality is a consistent practice to transform our own mind. നമ്മുടെ മനസ്സിനെയാണ് മാറ്റം വരുത്തുന്നത്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ഇത് മനസ്സിനുള്ളൊരു ഔഷധമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിശീലനം കൊടുക്കേണ്ടവരായിരുന്നു അച്ഛനമ്മമാർ. ശരിക്കും ഇന്ന് അച്ഛനും അമ്മയും ആരാന്നറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എത്ര പേര് അച്ഛനമ്മമാരാണ്? ആരും ഇല്ല ഇവിടെ. എല്ലാവരും അച്ഛനമ്മമാരാണ്. എല്ലാവരും അച്ഛനമ്മമാരാണ്. ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ചോദ്യം ഇതാണ്, മക്കളെ വളർത്തേണ്ട കാര്യം മനസ്സിലാക്കി മക്കളെ വളർത്തിയിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ വ്യക്തത ഉണ്ടാവില്ല. ശരിക്കും മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള ഒരു വ്യക്തത നമുക്കുണ്ടോ? അങ്ങനെ ചോദിക്കായിരിക്കും കുറച്ചുകൂടി ഉണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഉണ്ടോ? പ്രസവിച്ചു എന്നൊരു അബദ്ധമല്ല, ഒരു കാര്യം നടന്നു. പിന്നെ എല്ലാവരും പാലൂട്ടണു, നമ്മളും പാലൂട്ടണു. എല്ലാവരും ധാരാട്ടണു, നമ്മളും ധാരാട്ടണു. പിന്നെ അത് കഴിഞ്ഞാൽ അതിനെ LKG പറഞ്ഞയക്കുന്നു, UKG പറഞ്ഞയക്കുന്നു. അത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ പറഞ്ഞു വരുന്നു. പിന്നെ അതിനെ സ്കൂളിൽ ചേർത്തുന്നു. പിന്നെ അത് കുറേ കഴിഞ്ഞാൽ മൊബൈലില്ലാതെ ഭക്ഷണം കഴിക്കില്ല. പിന്നെ അത് മൊബൈലിൻ്റെ കൂടെ ആവുന്നു. പിന്നെ കുറേ കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആവുന്നു. കുറേ കഴിഞ്ഞാൽ അതിന് ലോകം മാറി അത് കൂട്ടിലൊക്കെ പെട്ട് ആണോ? അച്ഛനും അമ്മയും ഒന്നും പറയുന്നത് അതിനൊരു വിലയില്ല. അവൻ പറയും അമ്മയ്ക്ക് ലേശം മുകളുള്ള, അച്ഛൻ ഒട്ടുമില്ല എന്നുള്ളത്. അപ്പോൾ ഒരു വിവരമില്ലാത്ത ഒരാളായിട്ട് അച്ഛനെ കാണുന്നു. ലേശം മുകൾ എന്താ വെച്ചാൽ അമ്മയാണ് മൊബൈൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ അമ്മ വേണം. ഈ രീതിയിലൊക്കെ കുട്ടികൾ വളർന്ന് കുറേ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മക്കളെ പേടിച്ച് ജീവിക്കേണ്ട അച്ഛനമ്മമാരായിട്ട് മാറുകയാണെന്ന് കുറേ പേര്. ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അതിലേക്കല്ലേ പോകുന്നത്? കാരണം ഇവരെന്ത് ചെയ്യും, ഇവരെവിടെ എത്തും, ഇവരെ എന്ത് അപകടം ഉണ്ടാക്കും? ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിലായിരുന്നു. എനിക്ക് സപ്താഹം. കോടികളുടെ ബാധ്യത ഉണ്ടാക്കിയ മകൻ
ഒരു അച്ഛൻ്റെ ഒരു അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കൂ. കോടികളുടെ ബാധ്യത ഉണ്ടാക്കി കൊടുത്ത മകൻ, മനസ്സിലായില്ലേ? വേറൊരുത്തനാണെങ്കിൽ BMW ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് 6ാമത്തെ ദിവസം അവൻ്റെ പണി തീർന്നു കൊടുത്തു. ഇപ്പൊ വീട്ടിൽ ബൈക്കുണ്ട്, മകനില്ല. ഈ രീതിയിലൊക്കെ ഉള്ള അച്ഛനമ്മമാരുടെ എണ്ണം നമ്മുടെ ഇടയിൽ. പിന്നെ കുറെ കഴിഞ്ഞാൽ കല്യാണം വേണ്ട, മക്കള് വേണ്ട, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആണോ? ഇതൊക്കെ എന്തു കൊണ്ട് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ചില ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു അച്ഛനും അമ്മയും ശരിക്കും ആരാണെന്ന് മനസ്സിലാക്കാൻ ഭാഗവതം തന്നെ നോക്കണം. ഈ ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 5-ാം അധ്യായം പാരന്റിങ്, അവിടെ 18ാമത് ശ്ലോകത്തിൽ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്ന ശ്ലോകം ഇതാണ്: ഗുരൂനനസ്യൽ സ്വജനോനനസ്യൽ പിതാനനസ്യൽ ജനനീനനസ്യൽ ദൈവം ന തസ്യാൽ ന പതിശ്ച തസ്യാൽ നമോ ജയേത സമുപേത മൃത്യും. ഈ പറയുന്ന ഇതാണ് ഗുരു. കണ്ടു നിങ്ങൾ, 5-ാം സ്കന്ധം 5-ാം അധ്യായം 18ാമത് ശ്ലോകമാണ് ഞാനിപ്പോ വായിച്ചത്. ഗുരൂനനസ്യൽ, പുസ്തകമുള്ളവർക്ക് നോക്കാം. ഗുരൂനനസ്യൽ, കാണുന്നുണ്ടോ നിങ്ങൾ? ഗുരൂനനസ്യൽ സ്വജനോനനസ്യാത് പിതാനനസ്യൽ ജനനീനനസ്യാത് ന ദൈവം ന തസ്യാൽ ന പതിശ്ച തസ്യൽ നമോ ജയേത സമുപേത മൃത്യും. അതായത് ആ ഗുരു ഗുരുവല്ല, ആ സ്വജനം സ്വജനമല്ല, ആ ദൈവം ദൈവമല്ല, പിന്നെ ആ പിതാവ് പിതാവല്ല, ഇവരൊന്നും അല്ല. ആ ഭർത്താവ് ഭർത്താവല്ല. എങ്ങനെയുള്ള ആ ഭർത്താവല്ല, എങ്ങനെയാള് ഭാര്യയല്ല, എങ്ങനെയാള് അമ്മയല്ല, അച്ഛനല്ല. സമുപേത മൃത്യും ന മോചയേത്. മൃത്യു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മരണം എന്ന് മാത്രമല്ല അർത്ഥം, മരണതുല്യമായ, അതായത് ക്രൈസിസ്, ജീവിതത്തിലുണ്ടാകുന്ന ചാലഞ്ചുകൾ, ജീവിതത്തിലുണ്ടാകുന്ന ക്രൈസിസുകളെ കടന്നു പോവാനുള്ള ഒരു ഉൾക്കരുത്ത് മക്കൾക്ക് നേടിക്കൊടുക്കാനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കാത്തവരൊന്നും ആരല്ല? പാരൻസ് അല്ല എന്നാണ്. അപ്പൊ പാരൻസ് എന്ന് പറയുന്നത് ട്രെയിനേഴ്സ് ആണ്. യു ആർ എ ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടി നല്ലത്, നമുക്ക് ഇന്നിപ്പോ സ്പോർട്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, കോച്ച് എന്ന് ഉപയോഗിക്കില്ലേ? അപ്പൊ അച്ഛനമ്മമാരുടെ ജോലി മക്കളെ കോച്ചിങ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കില്ല, ട്രെയിൻ ചെയ്തെടുക്കുക, പരിശീലിപ്പിക്കുക. അതായത് ഈ കുട്ടികളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാനസികാവസ്ഥകളിലൂടെ കടന്നു പോവേണ്ടവരാണ്. അതിന് നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർഡ് ആവണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വി ഷുഡ് ഹാവ് എ വെരി ക്ലിയർ വിഷൻ. നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് 3 ചാലഞ്ചുകളുണ്ട് ലൈഫിൽ. 3 ചാലഞ്ചുകൾ. ഒന്ന്, അഡിക്ഷൻ. പലതിലും പെട്ടുപോകും. അത് മൊബൈലാവാം, വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ അഡിക്റ്റഡ് ആവാം. ചിലത് ലവ് വേറാം, അതിൽ ചെന്ന് പെട്ടുപോവാം. അത് മതി സൂയിസൈഡ് കൂടി വരാൻ, അല്ലേ? പല പ്രേമങ്ങളിലും പെട്ട് സൂയിസൈഡ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അഡിക്ഷൻസ് ഉണ്ട്. രണ്ടാമത്തത് കൂട്ടുകെട്ടുകൾ. അത് നല്ല കൂട്ടുകെട്ടിൽ പെട്ടില്ലെങ്കിൽ അപകടമാണത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അല്ലേ? ശരിയല്ലത്. ഇന്ന് ഏത് തരം കൂട്ടുകെട്ട് നിങ്ങൾ നോക്കൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ഒരു ഹോസ്റ്റലില് നഴ്സിങ്ങിന് പഠിക്കുന്ന കുറെ പിള്ളേരൊക്കെ കൂടി ചേർന്ന ഒരു പയ്യനെ, ആ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല സെക്ഷനിലായിട്ട് കൊടുക്കുക, ഭാവി മുഴുവൻ തൊലഞ്ഞു കിട്ടിയില്ലേ? ഇപ്പോഴാണെങ്കിൽ ഒരു ക്രിമിനൽ കേസ് വരിക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റ സിസ്റ്റത്തിലേക്ക് കയറുകയാണ്. ഞാൻ പണ്ട് കാനഡയിലേക്ക് 10-15 വർഷം മുമ്പ് യാത്ര ചെയ്യുമ്പം ചൈതന്യ എന്നു പേരുള്ള ഒരാൾ എന്തോ ഒരു കമ്മിറ്റ് ചെയ്തിരുന്നു. ഈ ഇമിഗ്രേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എൻ്റെ പാസ്പോർട്ട് അവർ ഹോൾഡ് ചെയ്തു. എന്നോട് ചോദിച്ചു, ഹൂ ഈസ് ദിസ്, യു നോ ഹിം എന്നൊക്കെ ചോദിച്ചു. കുറെ അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്തോ ഈ ചൈതന്യ എന്നുള്ള പേര് കണ്ടപ്പോൾ, എൻ്റെ പേരിലത് കണ്ടപ്പോൾ അവർ ഞാനും അയാൾ റിലേറ്റീവ് ആണെന്നാണ്. ഇവർക്കറിയില്ലല്ലോ ഇതെല്ലാം ഒരുപോലെയാണെന്നുള്ളത്. അപ്പോൾ അവർക്കൊരു കയറി മനസ്സിലാവേണ്ട നിങ്ങൾക്ക്.
അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന വെച്ചാൽ ഇന്ന് പണ്ടത്തെ പോലെയില്ല. ഇന്നിപ്പം എല്ലാം ഇന്റർനാഷണൽ ലെവലിലേക്കാണ് മനുഷ്യന്റെ ഡാറ്റകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ? നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ അമേരിക്കയിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ എല്ലാവർക്കും പബ്ലിക്കാണ് എന്താ ഏതാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ക്രിമിനൽ കുറ്റത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി കുട്ടിയെ സംബന്ധിച്ച് ഭാവിയുടെ കാര്യത്തിലൊരു തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരിക്കലും ജീവിതത്തിൽ, കാരണം തം പ്രിന്റ് വന്നാൽ ജന്മം മാറ്റാൻ പറ്റില്ല. പണ്ടൊക്കെയാണെങ്കിൽ പാസ്പോർട്ട് മാറ്റാം. ഇപ്പം പാസ്പോർട്ട് മാറ്റിയിട്ട് കാര്യമില്ല. കാരണം അതിന്റെ ബേസിക് ഡാറ്റകളൊന്നും അത് മാറ്റാൻ പറ്റില്ല. ഇനി തല മാറ്റാൻ പറ്റുമോ? എന്നും പറഞ്ഞ പോലെ ജീവിതത്തില് ഈ 3 കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ, വേണ്ടാത്ത കൂട്ടുകെട്ട്, എടുത്തുചാട്ടം, അതുപോലെ തന്നെ ഈ അഡിക്ഷൻസ്, ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതായിരിക്കും അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? ഈ എടുത്തുചാട്ടം, അതുപോലെ വേണ്ടാത്ത കൂട്ടുകെട്ട്, അത് ചിലപ്പം പല വശീകരണങ്ങളിലൊക്കെ പെട്ടിട്ട് അപകടങ്ങളിലാവുന്നത് ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് തന്നെയാണ്. ഞാൻ എൻ്റെ മുന്നിൽ ഒരു പയ്യൻ വന്നോ, അമ്മയും ആത്മഹത്യ ചെയ്യണം, ഇനി ജീവിക്കേണ്ട സ്വാമി. ഒരു നിമിഷം, ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ M.Tech കഴിഞ്ഞ കുട്ടിയാണ്, അല്ലാതെ സാധാരണ ഇവന്റെ മൊബൈലിൽ വേറെ ഒരു പയ്യനെടുത്ത് ഒരു പെണ്ണിന്റെ ഫോട്ടോ വൃത്തികേടൊക്കെ ഇതിലൂടെ അവൻ അയച്ചൊരിക്കണം. മറ്റേ പയ്യൻ കാശൊക്കെ ഉണ്ടാക്കിയതിൽ പൈസയും. ഇതെന്നായാലും പിടിച്ചു, ഇവനെ അറസ്റ്റ് ചെയ്തു. ഇവനാണ് ഈ പാവം, ഇതൊന്നും ഈ വൃത്തികേടൊന്നും ചിന്തിക്കാത്തൊരു പയ്യനാണ്. പിന്നെ അപകടത്തിൽപ്പെട്ടു. അതും ലക്ഷങ്ങൾ സമ്പാദിച്ചിരിക്കണം ആ ഫോട്ടോ വെച്ചിട്ട്, ലക്ഷങ്ങൾ. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ ഇന്നസെന്റ് ആണെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷെ ഇവന്റെ ഫോൺ ഇവന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു, യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ IP അഡ്രസ്സൊക്കെ ഇവന്റെയാണ് പോയിരിക്കുന്നത്. പോലീസിന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. ഇപ്പം മാനക്കേട് കൊണ്ട് ജീവിക്കണ്ട എന്ന അവസ്ഥയിൽ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. നല്ലവരാണെങ്കിലും ചതിയിൽ വീഴാൻ സാധിക്കുന്ന ഒരു ലോകത്തില് ആണോ അല്ലയോ? നിങ്ങൾ കാണുന്നില്ലേ ഇത്? അപ്പൊ ഇവിടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അപ്പൊ അവിടെയാണ് കുറച്ചു നേരത്തെ ഇന്നലെ വരെ നമ്മൾ ജീവിച്ച പോലെയല്ല ഇനിയുള്ള ജീവിതത്തിൽ ഒരു ചെറിയൊരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹമുണ്ട്. ദൈവം എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ ഈ ബിംബത്തിൽ മാത്രം കണ്ടുപോകരുത്. നിങ്ങൾക്ക് അല്പം ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, പല അപകടങ്ങളും വരുന്നതിന് മുമ്പ് ചില സൂചനകൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാം. ഇത് എവിടെയോ ശരിയില്ലല്ലോ, ഇതെന്തോ ഒരു അപകടം ഉണ്ടല്ലോ, ഇത് നേരെയാവുന്നില്ല. അപ്പൊ എന്തോ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ അനുഭവങ്ങളുണ്ടോ? ചിലതൊക്കെ ഇപ്പൊ നമ്മൾ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ കാക്ക കരയുമ്പോൾ അതിന്റെ കരച്ചിലൊരു പ്രത്യേക ടോണുണ്ട് ഇല്ലേ? ആ ടോൺ വെച്ചിട്ട് അമ്മമാര് പറയാറുണ്ട്, കാക്ക അല്ലെങ്കിൽ കരയും, പക്ഷെ എല്ലാ കരച്ചിലും ഒരുപോലെയല്ല. ആണോ? ഈ വിരുന്നുകാർ വരുന്ന ടോൺ ഒരു പ്രത്യേക രീതി. അങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു മംഗളമായ കാര്യമുണ്ടല്ലോ. തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തോന്നിയിട്ടുണ്ടോ? ചില സത്യമാണ്, ചിലതൊക്കെ സത്യം അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറയുമ്പോൾ ചിലർ ബ്ലൈൻഡ് ബിലീഫാ. പക്ഷെ ആ കാക്കയുടെ കരച്ചിലെ ടോണിങ്ങിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ആ എക്സ്പ്രഷനിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും കാക്കാന്ന് പറയുന്ന പോലെയല്ല, ഒരു പ്രത്യേക ഒരു ടോണിൽ അത് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് കരയുക. ആരെങ്കിലും അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ പുറപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യത്തിന് ചില സത്യം, മംഗളമായൊരു ചില സിഗ്നൽ കാണാം. ചിലത് നമുക്ക് മനസ്സിലാവും, ഇത് ജന്മം നടക്കുന്ന കാര്യം. എന്തെങ്കിലുമൊക്കെ ഒന്നിന്റെ പുറകിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവുമോ? ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രകൃതി തന്നെ നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും റീഡ് ചെയ്യാൻ പലർക്കും ഇന്റലിജൻസ് ഇല്ല. ഈ ഇന്റലിജൻസ് ഉണ്ടാവാനാണ് ഒരു അനുഷ്ഠാനം നമ്മൾ ചെയ്യുന്നത്. അനുഷ്ഠാനം എന്തിനാണ്? മനസ്സിനെ കുറെ കാം ഡൗൺ ചെയ്യാൻ. ഈ കാം ഡൗൺ ചെയ്യുന്ന മൈൻഡ് ഉണ്ടല്ലോ, പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിലുള്ള പല സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരുന്ന
പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്നത് റെക്കഗ്നൈസ് ചെയ്യും. ഗീതയിൽ കൃഷ്ണൻ 10-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിതേ. കുറച്ച് സമയം എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ, അനുഷ്ഠിക്കാൻ ശീലിക്കുക. ഈ അനുഷ്ഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതാണ് ഹിന്ദുമതത്തിന്റെ വലിയൊരു പ്രശ്നം. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പോത്തിനെ പോലെ ഇരുന്ന് ചൊല്ലും. വെറുതെ അങ്ങനെ പോത്തിനെ പോലെ മന്ത്രജോലിയുടെ കാര്യമില്ല. നമ്മൾ ആ ചെയ്യുന്നതിൽ അത്രയും സിൻസിയറിറ്റി, ആ കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ആത്മീയതയും ഭൗതികതയും രണ്ടും ആക്ച്വലി രണ്ട് ബാരിയർ അല്ല. ഒന്ന് ഇന്റേണൽ ആണ്, മറ്റൊന്ന് എക്സ്റ്റേണൽ ആണ്. ഇത്രയും വ്യത്യാസമുള്ളൂ. നിങ്ങൾ ഇന്റേണൽ ആയാലേ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡെയിലി കുറച്ചു നേരം നാമം ചൊല്ലി അതിൽ മനസ്സ് ലയിപ്പിക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ കൂടുകയാണ്. അപ്പം നിങ്ങളുടെ വർക്ക് ക്വാളിറ്റി വളരെ കൂടും. പിന്നെ നിങ്ങൾ നാമത്തിൽ മുഴുകും തോറും നിങ്ങളുടെ മെന്റൽ പവർ കൂടി വരുമ്പോൾ നിങ്ങളെ നേരെയുള്ള ഏത് പ്രശ്നത്തെയും നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾ നാമത്തിൽ ഇൻവോൾവ് ചെയ്യും തോറും നിങ്ങളുടെ ഇന്റലിജൻസ് പോപ്പപ്പ് ചെയ്യും. നിങ്ങൾക്ക് ചില സിഗ്നൽസ് ഒക്കെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കാര്യം മുന്നോട്ട് കാണാം. അതല്ലേ നോക്കൂ, നിങ്ങൾ ഈ പഴയ കാലത്ത് ആത്മീയതയുടെ ശക്തിയാണ്. ഒരു പഴയൊരു കഥ കേട്ട് കാണാം നിങ്ങൾ. പണ്ടൊരു രാജാവ് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂത് കളിക്കുക. ഈ ചൂത് കളിക്കുന്ന സമയത്ത് രാജാവ് ഏറെക്കുറെ തോറ്റുപോവാറായി. ആ ചൂതുകളിയിൽ ഒരു ആള് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ രാജാവ് തോറ്റുപോയി. അപ്പൊ അതിനെ ആളെ മുന്നോട്ട് തള്ളിയിട്ടില്ലെങ്കിൽ രാജാവ് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ള അറിയാതെ. ഇപ്പൊ ഭാര്യയാണെങ്കിൽ അടുക്കളയിൽ പണി, കുട്ടിയെ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് രാജാവിന്റെ കളി ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഭാര്യ നോക്കൂ, ദൂരെ. ആ ഭാര്യയുടെ ബുദ്ധി അപാര ബുദ്ധിയാണ്. മനസ്സിലായില്ലേ? ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പരുന്തിന്റെ ബുദ്ധി കൊടുത്തിട്ടുണ്ട് ദൈവം. എന്താ പരുന്തിന്റെ ബുദ്ധി പറഞ്ഞാൽ? ദൂരെ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്, പെട്ടെന്ന് ഗ്രഹിക്കാനുള്ളൊരു കഴിവുണ്ട്. അതാണ് ആ ഉപാസനയുടെയൊക്കെ ശക്തി. പെട്ടെന്നത് ഗ്രഹിക്കും. ഇവിടെ ഈ ഭാര്യ ഇത് മനസ്സിലാക്കി രാജാവ് തോൽവിയുടെ വക്കലാണ്. വേഗം കുട്ടിയെ കൊണ്ടുവന്ന ഒരു തൊട്ടില്ലതായിടുന്നു. എന്നിട്ട് അവിടുന്ന് പാടുന്നതാണ് ദും 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 ആളെയുണ്ട്. കുട്ടിയെ ഉറക്കുക എന്ന വ്യാജേന ഇത് ചിലപ്പം മലയാളിയായിട്ടുള്ള ഒരു ഭർത്താവാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്ന എനിക്കറിയില്ല. കാരണം എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഉണ്ടാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതെടുത്തിട്ട് ഭാര്യയുടെ നേരെ എറിഞ്ഞിട്ടും ഉണ്ടാവും, അല്ലേ? പിന്നെ ഈ രാജാവിന് മനസ്സിലായി ഭാര്യ കുട്ടിയെ ഉറക്കൽ. പെട്ടെന്ന് ആളെ ഒന്ന് പിടികിട്ടി. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? വേണ്ട സിഗ്നൽ വേണ്ട സമയത്ത് പ്രകടന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചാൽ പല അപകടങ്ങളെയും പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഉപാസന ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് പരിശീലിപ്പിക്കേണ്ടവരാണ് ആര്? രക്ഷിതാക്കള്. നോക്കൂ, ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? നമ്മൾ നാമം ജപിക്കുന്നത് എന്തിനാണ്? ആ നാമത്തിൽ മനസ്സർപ്പിക്കും തോറും മനസ്സിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ. അപ്പൊ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കേവലം പണ്ട് പെണ്ണ് കാണാൻ വന്ന സമയത്ത് പെണ്ണിന്റെ വീട്ടുകാരോട് ചെക്കൻ്റെ വീട്ടുകാർ ചോദിക്കുകയാണ്, പെണ്ണിന് എന്തൊക്കെയാ കൊടുക്കുക എന്ന്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, പെണ്ണിന് എന്തൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഈ പെണ്ണിന്റെ അച്ഛൻ പറയാണ്, രാവിലെ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും, പിന്നെ 8 മണിക്ക് ദോശ ഇഡ്ലി വെച്ചാൽ അതെന്താ വെച്ചാല്, പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. ഇതെന്താ പശു വളർത്തലോ? എന്ത് കൊടുക്കും? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാരോട് എന്ത് കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദോശ ഇഡ്ലിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? ആണോ? അല്ല. എന്ന് പറഞ്ഞ പോലെ എന്ത് കൊടുക്കും എന്ന് ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശ്യം മനസ്സിലാക്കുന്ന പോലെ ജീവിതത്തിലും ചില കാര്യങ്ങൾ പറയാതെ അറിയാൻ സാധിക്കണം. കുഞ്ഞുണ്ണി മാഷ്ടെ വരികൾ ഇങ്ങനെയാണ്: കഞ്ഞി കുടിക്കാനറിയാമോ, ചോറു വിളമ്പാനറിയാമോ,
കൊതുകും മൂട്ടയുമുള്ളൊരു മുറിയിൽ കിടന്നുറങ്ങാനറിയാമോ? പാതി പകുക്കാനറിയാമോ? പാതി നികത്താനറിയാമോ? പാതയിലൂടെ നടക്കും നേരം പാലു കുടിക്കാനറിയാമോ? പിന്നെ പറയുന്നത് പറയാതറിയാൻ അറിയാമോന്ന്. പറയാതെ തന്നെ കാര്യങ്ങളെ അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, പഴയ അമ്മമാരും അച്ഛന്മാരും ഭയങ്കര ട്യൂണ്ടായിരുന്നത്. പഴയ അച്ഛന്മാരും അമ്മമാരും രണ്ടും മിണ്ടില്ല കാര്യമായിട്ട്. എന്താണ് അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതെന്ന് ആർക്കറിയാം? അമ്മമാർക്ക് അറിയാമായിരുന്നു ഇല്ലേ? അമ്മമാര് പറയും, ഇപ്പം ചോദിക്കേണ്ട ആള് മൂടി ശരിയല്ല എന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാന്നുള്ളതാണ്. എല്ലാം ഞാൻ ശരിയാക്കി തരാം, പക്ഷെ ഇപ്പൊ ഒന്നും പറയണ്ട, അപ്പൊ അത്ര ശരിയില്ല ആളെന്ന്. അപ്പൊ ആ ഒരു മൂഡിനെ കുറിച്ചൊക്കെ അറിയുന്നു. നോക്കൂ, അത് അറിയാത്തോണ്ടാണ് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കാമുകനും കാമുകിയും ഇതൊന്നും അറിയാതെ സംസാരിക്കുമ്പോഴാണ് ഈ വർത്തമാനം അതിൻ്റെ വേറെ തലത്തിലേക്ക് പോയി കത്തിയെടുത്ത് കുത്തുന്നതും അല്ലെങ്കിൽ തല വെച്ചടിക്കുന്നതും. ഒരു ദിവസം നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് ഭാര്യയെ തട്ടിക്കൊന്നു അല്ലെങ്കിൽ തല്ലിക്കൊന്നു എന്നൊക്കെ. ഇതൊക്കെ എവിടെയോ അവരുടെ ടെമ്പറിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മറ്റൊരാൾ ഔട്ട് ഓഫ് ടെമ്പറിലാണ് പോകുന്നതെന്ന് കാണാനുള്ള ഒരു തൃക്കണ്ണ് മനുഷ്യരിലൊക്കെ ഉള്ളിലുള്ളൊരു കണ്ണും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടുപോയി. അതുകൊണ്ട് ഇവിടെ അച്ഛൻ ഋഷഭദേവൻ പറയണു മക്കളോട്, നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏകാഗ്രത വേണം. അപ്പോഴാണ് കർമ്മങ്ങളുടെ ശക്തി കൂടുക. ഏകാഗ്രത കൂടുന്തോറും ഒരു കാര്യത്തിൽ നമ്മൾ സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലാവുന്നില്ല? ഈ ഏകാഗ്രത ഉണ്ടെങ്കിലാണ് വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ നടത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിനെ സങ്കല്പം എന്ന് പറയും. ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന സങ്കല്പമാണ്, ഇന്ന സമയത്ത് ഈ സാധനം ചെയ്യും എന്നുള്ളത്. ഈ സമയോചിതമായ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നിപ്പം വലിയ വിളംബനമാണ്. ഇക്കാര്യത്തിൽ വലിയ ഡ്രാഗിങ് ആണ് ഓരോ കാര്യത്തിലും. നമുക്കൊരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പലതും പറ്റുന്നില്ല. അപ്പം തന്നെ നമ്മുടെ റോഡ് പണിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റോഡൊക്കെ പണിത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ വെള്ളക്കാരൻ വരുന്നത്. വെള്ളം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം എന്തോ ഫോണിന് കുഴിക്കാൻ നന്നായി, അല്ലെങ്കിൽ വെള്ളംകാരൻ കൂടി കുഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഫോൺകാരൻ വന്ന് കുഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ അപ്പോഴേക്കും പിന്നെ റോഡ് പണിക്കാരൻ രണ്ടാമത് വരാൻ തുടങ്ങി. ഈ രണ്ടാമത് ഇവൻ റോഡ് പണിക്ക് വരുമ്പോഴേക്കും പൈപ്പ് പൊട്ടിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഇല്ലേ? കാണാറില്ലേ ഇതൊക്കെ? ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ? നല്ല റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് അങ്ങനെ തകർത്ത് നശിപ്പിച്ച് വീണ്ടും പണിയെടുക്കുന്ന ഇതൊക്കെ എന്തുകൊണ്ട് വെച്ചാൽ ഇത് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ, ഒരു ഏകാഗ്രത ഉണ്ടാക്കാൻ നമ്മുടെ സിസ്റ്റങ്ങൾക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഇതിനെ പുറത്തേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മക്കളും അച്ഛനും അമ്മയും തമ്മിൽ ഒരു നല്ല ബന്ധങ്ങൾ, ഒരു നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. പഴയ കാലത്തിൽ നിന്ന് നമ്മൾ ഏറെ വളരെയധികം ഒഫീഷ്യൽ ബന്ധങ്ങളാണ് ഇപ്പൊ വീടുകളിലൊക്കെ. ഓഫീസിൽ സംസാരിക്കുന്ന പോലെ ഇപ്പൊ മക്കളോട് സംസാരിക്കേണ്ടി വരുന്നത്. കാരണം അത്രയും ഗൗരവമായ ഒരു ജീവിതത്തിലേക്ക് ആണോ എല്ലാവരും അവരവരുടെ മൊബൈൽ ലോകത്തിലേക്ക് ഒതുങ്ങി. ശരിയാണോ പറയുന്നത്? ആണോ? ആ ഒരു കാലഘട്ടം മാറിപ്പോയി. അപ്പൊ ഇനി ഇതിനെന്താ ഒരു പരിഹാരമുള്ളത്? ക്രമേണ നമ്മളൊരു ആത്മീയ അവബോധം, അതായത് ഒരു അനുഷ്ഠാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കുക. അപ്പൊ ഇപ്രകാരം പറഞ്ഞ് ഈ ഋഷഭദേവൻ മക്കൾക്ക് ഗൈഡൻസ് കൊടുത്ത്, ആ മക്കളിൽ മൂത്തവനായിരുന്നു ഭരതൻ. ഞാൻ പറഞ്ഞു, ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഈ രാജ്യത്തിന് ഭാരതം നാലാമത്തെ അധ്യായത്തിൽ 4ാം അധ്യായത്തിൽ 5ാം സ്കന്ധാണ് വായിക്കുന്നത്. 9ാമത്തെ ശ്ലോകത്തിൽ അത് കാണാൻ നിങ്ങൾക്ക്. ഈ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നൊരു പേര് വരാൻ എങ്ങനെയാണ് ഇടവന്നത് എന്ന്. ഭാരതം എന്ന പേരിന് പല അർത്ഥങ്ങളുണ്ട്. വലിയൊരർത്ഥം എന്ന് പറയുന്നത് ഭ എന്ന അക്ഷരം അറിവിൻ്റെ, കഴിവിൻ്റെ, കലയുടെ എല്ലാം പ്രതീകമാണ്. ഏത്? ഭ. അതിൽ രതിക്കുന്നവരെ, രതി താല്പര്യമുള്ളവരുടെ, ജിജ്ഞാസുക്കളുടെ നാടാണ് ഏത്? ഭാരതം. ഭാതി സർവശാസ്ത്രേഷു
രാരതി സർവേഷു ജന്തുഷു താ താരണം സർവേഷു ലോകേഷു തേന ഭാരതം ഉച്യത്തെ എന്നൊക്കെ പൂർവികന്മാർ ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കേണ്ടത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. നിൽക്കട്ടെ, ഭരതൻ രാജ്യം ഭരിച്ചു. ഭരതൻ നല്ല രീതിയിലൊക്കെ രാജ്യഭരണമൊക്കെ കൊണ്ടു നടന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഏജായി കഴിഞ്ഞാൽ മക്കളെ രാജ്യഭാരം ഏൽപ്പിച്ച് ഇവരെല്ലാം തപസ്സിന് വേണ്ടി പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ജീവിതത്തിന്റെ 2 വിഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, മനസ്സുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ ചെയ്തു തീർത്ത് ആ ഭൗതിക ലോകത്തെ മനസ്സിലാക്കി അതിൽ നിന്നൊരു കാര്യം അവർ ഉൾക്കൊള്ളും. ഭൗതികമായി എന്തൊക്കെ നേടിയാലും മനസ്സിനെ അതുകൊണ്ട് പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ പിന്നെ അടുത്ത എൻക്വയറി എന്താ വെച്ചാൽ, ഈ മനസ്സിനെ എങ്ങനെ നമുക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാം. അപ്പൊ അവര് ഒരു തപസ്സിന്റെ ജീവിതം തിരഞ്ഞെടുക്കണം. എന്താണ് തപസ്? മനസ്സേതെങ്കിലും അനുഷ്ഠാനത്തിൽ അർപ്പിച്ച് ലയിപ്പിച്ച് അതിൽ തന്നെ രമിപ്പിച്ച് അവസാനം മനസ്സ് തന്നെ നിർലീനമാക്കി. നാരായണ ഗുരുദേവന്റെ ആ വരികൾ, ദൈവദശകത്തിന്റെ അവസാനത്തെ വരികളിൽ അതാണ് അദ്ദേഹം പറയുന്നത്. വാഴണം നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ. ഞങ്ങളങ്ങനെ അതിലേക്ക് ആഴ്ന്ന് വാഴട്ടെ. അങ്ങനെ ആഴ്ന്നിറങ്ങി വാഴണം സുഖം എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരാത്മസുഖത്തിലേക്ക് അങ്ങനെ അലിഞ്ഞു ചേരുക. ഇത് മനസ്സിലാക്കിയവരാണ് തപസ്സിന് പോയത്. അങ്ങനെ ഭരതൻ തപസ്സിന് തിരഞ്ഞെടുത്തത് നേപ്പാളിലുള്ള, ഇന്നിപ്പോൾ നേപ്പാളിലാണ് സ്ഥലം, അവിടെ പുലഹാശ്രമം എന്ന് പറയും. അവിടെയാണ് കാളിഗണ്ഡകി നദി. അവിടെ നിന്നാണ് ഈ സാളഗ്രാമങ്ങളൊക്കെ വരുന്നത്. അവിടെയാണ് തിരഞ്ഞെടുത്തത്. ഒരിക്കൽ കുളിക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കാണുന്നത്. ഒരു നിറഞ്ഞ വയറുള്ള മാൻ, പ്രസവമെടുത്ത മാൻ പ്രസവവേദനയായിട്ട് നിൽക്കുമ്പോഴാണ് പുലികളോ മറ്റോ അതിനെ പിടിക്കാൻ വരുന്നതും ജീവന്റെ ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ആ കൊതിയും ആ കുട്ടിയുള്ള സ്നേഹവും കാരണം ഇതതാ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നു. അതിൽ തന്നെ രക്ഷിക്കാനും ആ കുട്ടിയെ രക്ഷിക്കാനും ആ കാളിഗണ്ഡകിയുടെ തീരത്ത് നിന്ന് നദിയിലേക്കൊരു ചാട്ടത്തിൽ തള്ളമാൻ ചത്തുപോയി. ഈ കുട്ടി പുറത്തു വന്നു. ഈ ചോര കുഞ്ഞിനെ കണ്ടതും രാജാവ് അവിടെ ഇറങ്ങിച്ചെന്ന് ആ കുട്ടിയെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് പിന്നെ രാജാവ് അതിനെ പ്രൊട്ടക്ട് ചെയ്തു. പിന്നെ ഭാഗവതം പറയുന്നത് പാലന പോഷണ പ്രീളന ലാളന, ആരെ? പ്രസവിച്ച കുഞ്ഞിനെയല്ല, ഈ മാനിനെ. ഇന്ന് ചിലർ കണ്ടില്ലേ, മടിയിലിരുത്തുന്നു, കെട്ടിപ്പിടിക്കുന്നു, കൂടെ കടത്തുന്നു. പട്ടികളെ, മാനിനല്ല. ഈ രീതിയിലൊക്കെ അങ്ങനെ അതിനെ ലാളിച്ച് വളർത്തി. ഈ രാജാവ് കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, മനസ്സിന് ഈ മാനിനെ അങ്ങോട്ട് വിട്ടുപോവാൻ പറ്റാത്തൊരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, മനസ്സ് മാനിന്റെ ഒരു സ്മരണയിൽ നിന്നാൽ മനസ്സിൽ ഏത് ഇമേജാണോ കൂടുതലുള്ളത്, മനസ്സിൽ ഏത് ഇംപ്രഷനാണോ നിൽക്കുന്നത്, മനസ്സ് ഏതൊരു ചിന്തയിലാണോ നിൽക്കുന്നത്, അതിനനുസരിച്ച് വരും അടുത്ത ഒരു ജന്മം എന്നതാണ്. അതായത് മനസ്സിന് മരണമില്ല. ദർ ഇസ് നോ ഡെത്ത് ഫോർ ദ മൈൻഡ്. കാരണം മൈൻഡ് ഇസ് എൻ എനർജി കാൺ ബി ഡിസ്ട്രോയിഡ്. അപ്പം നാശമില്ലാത്ത ഒന്ന് വീണ്ടും റീസൈക്കിൾ ചെയ്യപ്പെടണം. അത് എനർജിക്ക് നാശമില്ലെങ്കിൽ അത് മറ്റൊരു ജന്മമായി മാറണം. പലപ്പോഴും ഈ കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല, സയൻസിനും വ്യക്തതയില്ല. പക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം സയൻസിന് തരാൻ പറ്റിയിട്ടില്ല. അതായത് കുഞ്ഞു വാവകൾ, ഞാൻ പറയുന്നത് ഒരു 6 മാസം 7 മാസമൊക്കെ ആകുമ്പോൾ സമയത്ത്, അതിന് മുമ്പ് തന്നെ സ്വപ്നം കണ്ട് പേടിച്ച് കരയുന്ന കുട്ടികളുണ്ട്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വപ്നത്തിൽ ചിരിക്കുന്ന കുട്ടികളുണ്ട്. ഈ സ്വപ്നം എന്ന് പറയുന്നത്, എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം, ഇത് അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്വപ്നങ്ങളാവാൻ വഴിയുണ്ടോ? ഇല്ല, ഒട്ടും ഉണ്ടാവാൻ വഴിയില്ല. അച്ഛനിൽ നിന്ന് കിട്ടാനുള്ള വഴിയുണ്ടോ? ഇത് എവിടുന്ന് ഈ കുട്ടിക്ക് കിട്ടി എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം തരാൻ സയൻസിന് സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പാണ്. നിങ്ങളിപ്പോൾ അച്ഛൻ്റെ കൂടെ കടന്നിട്ടുണ്ടാവും, അമ്മയുടെ കൂടെ കടന്നിട്ടുണ്ടാവും, ഭാര്യ ഭർത്താവിൻ്റെ കൂടെ കടന്നിട്ടുണ്ടാവും. ആരുടെ കൂടെ കടന്നിട്ടുണ്ടെങ്കിലും ഒരാളുടെ മനസ്സിൽ നിൽക്കുന്ന സ്വപ്നം വേറൊരാൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സ് തന്നെ കൂട്ടിവെച്ച ചിന്തകളിൽ നിന്നും രൂപപ്പെട്ടതാണ്.
അത് നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പല കാഴ്ചകളും കാണുന്നുണ്ട്. ചില ചിത്രം മനസ്സൊപ്പിയെടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ എടുക്കുന്നുണ്ട് നമുക്കറിയില്ല. ചിലതിനോട് നമ്മൾ താല്പര്യത്തോടെ നോക്കും. ഉണ്ടോ? കുറച്ചൊരു താല്പര്യത്തോടുകൂടി നോക്കുന്ന കാഴ്ചകൾ ഉണ്ടാവില്ലേ? അത് നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിയാൽ ചിലതൊക്കെ മനസ്സിൽ തങ്ങി നിന്ന കാഴ്ചകൾ ഉണ്ടാവും. ഇതെല്ലാം ഒരു കൂട്ടിയാണ് ഒരു സ്വപ്നമാക്കി മനസ്സ് മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഉഗ്രൻ സാധനമാണ് മനുഷ്യന്റെ മനസ്സെന്ന് റിസർച്ച്. എവിടെയോ കണ്ട കാര്യങ്ങളും പിന്നെ കണ്ട കാര്യങ്ങളും ഒക്കെ കൂടി കൂട്ടിച്ചേർത്ത്, ഇപ്പൊ നിങ്ങൾ ഗുരുവായൂരിൽ വന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ എഴുന്നള്ളത്ത്, അതൊക്കെ ഇങ്ങനെ കണ്ട് പെട്ടെന്ന് ആന അടയോ ആന ചാട് എന്തെങ്കിലുമൊക്കെ കേട്ട വാർത്തകളുണ്ടാവും. ഇതൊക്കെ അവിടെ വെച്ചു. പിന്നെ ഒരു ദിവസം പത്രത്തിൽ ആന അടഞ്ഞു ഓടി കുത്തി എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ പിന്നെ ഒരു ദിവസം സ്വപ്നം കാണുന്നത് ആന നിങ്ങളുടെ നേരെ ഓടുന്നതാണ്. അതെങ്ങനെ വന്നു വെച്ചാൽ പല വാർത്തകൾ കേട്ടതും ഈ ചിത്രങ്ങളൊക്കെ കൂടി ചേർത്ത് ചെറിയൊരു ഷോർട്ട് ഫിലിം ആരുണ്ടാക്കി? ശരിക്കും മൂവി മേക്കർക്കുള്ള ഫസ്റ്റ് അവാർഡ് കൊടുക്കേണ്ടത് മനസ്സിനാണ്. കാരണം ഇത്രയും ചെറിയ സമയം കൊണ്ട് നല്ല മൂവി ഉണ്ടാക്കി, സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. പക്ഷെ ചിലപ്പോൾ അപകടത്തിലായ മൂവി ആയിരിക്കും, ഇല്ലേ? നമ്മുടെ നേരെ ആന കുത്താൻ വരുന്നൊക്കെ നല്ല സുഖമുള്ള മൂവി അല്ലല്ലോ ഈ തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യമില്ലേ? അപ്പം ഒരു കാര്യം ഉറപ്പാണ്, അവനവൻ അനുഭവിച്ചതാണ് അവനവൻ്റെ കൂടെ ഉണ്ടാകുമെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മനസ്സ് അത് നേരത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയല്ലേ പുനരഭിജനനം പുനരഭിമരണം. ഇനി നോക്കൂ, പലരും പറയും ഇനി നിങ്ങൾ പൂർവ്വജന്മം ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? നമുക്ക് ഓർമ്മയില്ലല്ലോ. നല്ലതായത് ആരും കഴിഞ്ഞ ജന്മത്തിലേക്ക് ഓർക്കാൻ തുടങ്ങി നിങ്ങൾക്ക് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുമോ? അല്ല, എന്തൊരു അപകടമാണെന്ന് നോക്കൂ. നിങ്ങൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരാൾ പുറകിൽ വന്നിട്ട് പറയണ ഓർമ്മയുണ്ടോ ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവാണെന്ന്. ഈ ജന്മത്തിലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. എന്നിട്ടില്ല ഇനി കഴിഞ്ഞ ജന്മത്തിലെ ഒരാളെയും കൂടി. വഴിയിലുള്ള പിള്ളേർ നിങ്ങളുടെ തോളി തട്ടിയിട്ട് പറയാ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളുടെ മക്കളായിരുന്നു എന്ന്. എന്തൊരു അപകടമായിരിക്കുന്നത്. അപ്പൊ ഒരു കണക്കിന് നമുക്ക് ഓർമ്മയില്ലാത്തത് നോക്കൂ, ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് യാഥാർത്ഥ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. സ്വപ്നങ്ങൾ കാണുന്ന ഫയലുകളൊക്കെ ഉള്ളിലില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? പക്ഷെ അതൊന്നും ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ദോസ് ഫയൽസ് ആർ സിപ്പ് ഫയൽസ് ഒക്കെ അവിടെ ഉണ്ട്, സ്റ്റോറേജിൽ ഉണ്ടോ? ഇതുപോലെ കഴിഞ്ഞ ജന്മങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ഈ അനുഭവങ്ങളാണ് മനുഷ്യന് ജന്മം തരുന്നെങ്കിൽ വല്ലാതെ പട്ടിയെ മടിയിലിരുത്തി അതിനെ ചക്കരെ മുത്തേ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൊണ്ടു നടന്നാൽ, പാലന പീളന പോഷണ ലാളന ഒക്കെ കൊണ്ടു നടന്നാൽ അടുത്ത ജന്മം ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താവണം എന്നുള്ളത്. പട്ടിയാവണോ പൂച്ചയാവണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുകൊണ്ടാണ് ചില പട്ടികൾ എന്ത് കൃത്യതയിൽ സ്നേഹത്തിലൊക്കെ കാണുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചില പട്ടികൾക്ക് നിങ്ങളോട് സ്നേഹം കാണുമ്പോൾ അപ്പം മനസ്സിലാക്കണം ഏതോ ബന്ധാണെന്ന്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യമായിരിക്കാം. അത് ചിലതൊക്കെ നല്ല അനുസരണമുള്ള പട്ടികളൊക്കെ ഇല്ലേ, ഉണ്ടോ ഇല്ലയോ? അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടെ ഭരതൻ ഒരു മാനായി, പിന്നെ അതിൽ നിന്ന് വിട്ട് വീണ്ടും ഒരു മനുഷ്യജന്മം എടുത്ത് അങ്ങനെ അദ്ദേഹം ജഡഭരതനായി. അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ബോധോദയം. അതായത് ഈ മനസ്സാണ് സകല ദുരിതങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ ഒരു താളം തെറ്റാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഒരു അനുഷ്ഠാനത്തിൽ തന്നെ പിടിച്ചു നിന്ന് അങ്ങനെ ആളൊരു അവധൂതനായി പോവുകയാണ്. പിന്നീട് അങ്ങനെ അവധൂതനായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന് നരബലി കൊടുക്കാൻ കൊണ്ടുപോകുന്ന കഥയുണ്ട്. കാളി വിഗ്രഹത്തിൽ നിന്നും കാളി വന്ന് ഈ ഭരതനെ രക്ഷിക്കുന്ന ഒരു കഥയുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന കഥ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഭരതൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ സിന്ധു സൗവീരം എന്നൊരു രാജാവായിരുന്നു രഘൂഗണ രാജാവ്. അപ്പൊ രഘൂഗണ രാജാവിന് ഒരു ആശ്രമത്തിൽ പോകണം, കപിലാശ്രമം എന്തോ ആണ്. അവിടെ പോകാൻ വേണ്ടി പല്ലക്കിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോകുമ്പോൾ പല്ലക്ക് ചുമക്കുന്ന ഒരുത്തിന് വയറുവേദന വന്നപ്പോൾ അവൻ പറഞ്ഞു, രാജൻ എനിക്ക് ചുമക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. ശരി, എന്നാ വേറൊരുത്തിനെ കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് ഈ പാവം ഭരതൻ ആ വഴിക്ക് പോണത്. ഭരതനാണെങ്കിൽ വേറൊരു ലോകത്തിൽ ജീവിക്കുന്ന ആള്. ഭരതന്റെ തോളില് ഈ പല്ലക്ക് കൊടുത്തു. ഭരതനാണെങ്കിലോ തൻ്റെ കാൽ ചുവട്ടിൽ വല്ല ജൈവജാലങ്ങളും പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. വല്ല ഉറുമ്പിനെയൊക്കെ കണ്ട ഒറ്റ ചാട്ട അപ്പുറത്തേക്ക്.
ഈ കഴുത്തിലൊരു ഒരു പല്ലക്കിന്റെ കാലുണ്ടെന്നും ഇതിലൊരു മനുഷ്യനിരിക്കുന്ന തലമുട്ടിയിട്ട് അയാൾ കിടന്ന് അലറുണ്ട്, മര്യാദയ്ക്ക് ചുമക്കടോ, മര്യാദയ്ക്ക് ചുമക്ക്. അപ്പോഴേക്കും ഭരതൻ നോക്കുമ്പോണ്ട് ഒരു സ്ഥലത്ത് ഉറുമ്പ് വളഞ്ഞും പിരിഞ്ഞൊക്കെയാ പോണത്. അങ്ങോട്ടൊരു ചാട്ടം, ഇങ്ങോട്ടൊരു ചാട്ടം, ചവിട്ടാതിരിക്കാനേ, ഉറുമ്പിനും ചവിട്ടാതിരിക്കാൻ. മൂന്നാമത്തെ ചാട്ടത്തിൽ രാജാവ് പുറത്തൊരു ചാട്ടം. രാജാവ് ഇതാ കല്ലൊക്കെ നിന്ന് പുറത്തു വീണു. രാജാവിനങ്ങോട്ട് കലി വന്നു. നീ ആരാന്നാ വിചാരിച്ചിരിക്കും, ഞാൻ രാജാവാണ്, ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭരതൻ അങ്ങനെ പൊതുവെ വർത്തമാനമില്ലാത്ത ഒരാളാണ്. അവിടെ വെച്ച് രാജാവിന് ഒരു ഉപദേശം കൊടുക്കുകയാണ്. രാജൻ, അങ്ങയ്ക്ക് എന്നെ സ്പർശിക്കാൻ സാധ്യമല്ല. എന്നാൽ അങ്ങനെ ഒരു അഹങ്കാരത്തിലോ ധാർഷ്ട്യത്തിലോ അല്ല. രാജൻ, അങ്ങയ്ക്ക് എന്നെ രാജാവ് ഒരു നിമിഷം ആദ്യമായിട്ടാണ് ഒരു രാജാവിന്റെ മുഖത്ത് നോക്കി ഒരു പ്രജ പറയുന്നത്, അങ്ങയ്ക്ക് എന്നെ സ്പർശിക്കാൻ സാധ്യമില്ലാന്ന്. രാജാവ് ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് ഒരു ചെറിയ ആളല്ല, എന്തോ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടെന്ന്. രാജാവ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാതെയാണ്, ഞാൻ അവിവേകത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് അങ്ങ് എന്നെ സ്പർശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്ന്. ആ കാര്യത്തിന് മറുപടി കൊടുക്കുകയാണ്. ഭാഗവതത്തിലെ അതിഗംഭീരമായൊരു ഭാഗമാണ് 5-ാം സ്കന്ധത്തിലെ 11, 12, 13 അധ്യായങ്ങൾ. ഈ 11-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം അതൊന്ന് പഠിച്ചു വെക്കേണ്ട ശ്ലോകമാണ്. ഇതാണ് പറയണ ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപപന്നം ഫലമാവനക്തി ആലിംഗ്യമായാരജിതന്തരാത്മാ സ്വദേഹിനം സംസതി ചക്രകൂട. എന്താ പറയുന്നത്? ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം. അമ്പലത്തിൽ തൊഴുതോ? അമ്പലത്തിൽ പോയോ? തൊഴുതു? അകത്ത് പോയോ? കഴിഞ്ഞോ? അകത്ത് പോയോ? പോയി അകത്ത് പോണോ? കഴിഞ്ഞു. അപ്പൊ ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം എന്താ പറയുന്നത്? ജീവിതത്തില് സുഖത്തിന്റെ തീവ്രമായ സുഖം, അതുപോലെ ദുഃഖത്തിന്റെ തീവ്രമായ ദുഃഖം, ഇതിങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും കടന്നു വരും. മീൻസ് അനുകൂലമായതും പറയൂ, പ്രതികൂലമായതും. ഇന്ന് നമ്മളെ പൊക്കാൻ ആളുകളുണ്ടാവും, നാളെ ഇടിച്ച് താഴെ ഇടാനും ആളുകളുണ്ടാവും. ഇന്ന് നമുക്ക് അനുകൂലമായ ആരോഗ്യമുണ്ടാവും, നാളെ എന്താണ് നമുക്കറിയില്ല, അല്ലേ? കാരണം ജീവിതം അതാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം. എന്ത് നല്ല സത്യങ്ങളാ പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെയല്ലേ പറയുന്നത്? എത്ര വലിയ സത്യമാണ് നോക്കൂ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയോ എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കു വിനാശവും എപ്പോഴെന്നറിഞ്ഞില്ല. പിന്നെ പറയുന്നത് 2-4 ദീനം കൊണ്ടൊരുത്തനെ മാളിക മുകളേറിയ മന്നന്റെ തോളിമാറാപ്പൂ. ഇതൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ആണ് ഇത് നമുക്ക് ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ കടന്നു പോവേണ്ടതുണ്ട്, അനുകൂലവും പ്രതികൂലവും. ഇവിടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇഫ് യുവർ മൈൻഡ് ഈസ് സ്റ്റേബിൾ, ഇഫ് യുവർ മൈൻഡ് ഈസ് സ്ട്രോങ്ങർ, ഇഫ് യുവർ മൈൻഡ് ഈസ് ബാലൻസ്ഡ്, നിങ്ങൾക്ക് കുറേ കൂടി ഈസി ആയിട്ട് ജീവിതത്തെ കൊണ്ടുപോകാം. മൈൻഡ് വീക്കാവുമ്പോൾ ജീവിതവും പ്രോബ്ലത്തിലാണ്. പറഞ്ഞു കൊടുക്കുകയാണ്, മനസ്സിലാണ് ഈ അനുഭവങ്ങൾ വന്ന് സ്വാധീനിക്കുന്നത്. എവിടെയാണ്? മനസ്സിലാണ്. ആ മനസ്സിന് ഇപ്പം നോക്കൂ, വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന പോലെ. ഇപ്പൊ വാട്ടർ പ്രൂഫ് ഉള്ള ഒരു സാധനത്തിൽ വെള്ളം കയറി അബ്സോർബ് ചെയ്യില്ല. ഉണ്ടോ? ഇപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ ബാത്റൂമിലൊക്കെ അടിയിൽ വാട്ടർ പ്രൂഫ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് സീവേജ് ഒരിക്കലും വരില്ല, അത് ഒരിക്കലും ലീക്കേജ് വരില്ല. വരുമോ? എന്നതുപോലെ ഈ
മനസ്സിലാണ് അനുഭവങ്ങൾ വരുന്നത്. ശ്രദ്ധിക്കുക നിങ്ങൾ, ദുഃഖം മനസ്സിൽ വന്നില്ലെങ്കിൽ ദുഃഖമുണ്ടോ? മനസ്സിൽ ദുഃഖം റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ ദുഃഖമുണ്ടോ? ഉണ്ടോ? ഇല്ല. സുഖം മനസ്സിൽ റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ സുഖമുണ്ടോ? അപ്പൊ മനസ്സിൽ ഇത് വരുന്നു, മനസ്സതിനെ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുന്നു, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഞാൻ മെന്റലി ലോസ്റ്റ്, അല്ലെങ്കിൽ മെന്റലി അപ്സെറ്റായി, ടെൻഷനായി, എനിക്ക് വളരെ വിഷമം തോന്നി, എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതൊക്കെ മെന്റലി അല്ലേ? ആണോ? ഇനി നിങ്ങളുടെ മൈൻഡിനൊരു നമ്മൾ വാട്ടർ പ്രൂഫ് കോട്ട് അടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും തട്ടാത്തൊരു കോട്ടിങ് അടിച്ചിട്ടാണ് നിങ്ങൾക്ക് മൈൻഡ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയിരിക്കും മൈൻഡ്? എങ്ങനെയിരിക്കും നിങ്ങളുടെ എക്സ്പ്രഷൻ? എങ്ങനെയിരിക്കും? നിങ്ങൾ പറയും, എന്തു വന്നാലും ഇപ്പോൾ അതൊന്നും ബാധിക്കുന്നില്ല. അത് ഒരു മെച്യൂരിറ്റി ലൈഫിൽ വരുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നിസ്സാരമായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും. ആണോ? ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഭയങ്കര വേദനയാണ്. നാട്ടുകാരെ മുഴുവൻ വരെ കാണിച്ചു കൊടുക്കും, ഇല്ലേ? അത് വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കും. എന്നാൽ നിങ്ങൾ എത്ര അടുക്കളയിൽ കൈ മുറിച്ചിട്ടുണ്ട്? വല്ലതും പ്രശ്നമുണ്ടോ? ഉണ്ടോ? കൈ പൊള്ളിയിട്ട് തന്നെ നിങ്ങൾ വലിയ പൊള്ളലൊക്കെ ഇരിക്കും, എന്നാലേ അത് സാരില്ല, അത് വെള്ളം മറഞ്ഞു പോയതാണെന്ന് ഇത്ര കൂളായിട്ട് എടുക്കുന്നവരുണ്ട്. ഉണ്ടോ? ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ചെറിയ നിസ്സാരമായിട്ടൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ചില ഉത്സവ സ്ഥലത്ത് കണ്ടില്ലേ? കനലിലൂടെ നടക്കുന്നതൊക്കെ കണ്ടില്ലേ? അത് പുറമേ നിന്ന് കാണുമ്പോൾ വലിയ പേടിയാണ്, പക്ഷെ അവർക്കത് കൂളായിട്ട് അവർ നടന്നു പോകുന്നു. ആണോ? ഈ അടുത്ത ദിവസം ഞാൻ ചെന്നൈയിലായിരുന്നു. ആ സപ്താഹം നടന്ന സമയത്താണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ തൈപ്പൂസം. അവർ തൈപ്പൂസത്തെന്നല്ലേ പറയാം. അപ്പൊ ഈ തൈപ്പൂയം വരുന്ന സമയത്ത്, അപ്പൊ ഈ തൈപ്പൂസ സമയത്ത് ഇവര് വലിയ ശൂലങ്ങളും വലിയ സാധനങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വലിയ വിഷമം തോന്നുന്നത് എങ്ങനെയാണ്? അത് തോളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാരെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ? ഒരു പേടിയില്ല, ഒരു ഭയവുമില്ല. നിങ്ങൾ നോക്കൂ, പാമ്പിനെ പേടിയുള്ള കുറെ ആൾക്കാരില്ലേ? നിങ്ങൾ ഇല്ലേ? എന്നാൽ ഈ പാമ്പിനെ കൂടെയൊക്കെ വെച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി അതിനെ തോളിലിടുന്നു, അതിനെടുത്ത് ഉമ്മ വെക്കുന്നു, അതിനെ വെച്ചിട്ട്, അല്ലേ? ആണോ? ഉണ്ടോ? ഇല്ലയോ? ഞാൻ ഒരിക്കലും ആഫ്രിക്കയിൽ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഈ മസായി ഒരു മസാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് മസാറയാണ് ഒരു സ്ഥലം പോട്ടെ, അവിടെ ഈ സിംഹങ്ങൾക്ക് ഭക്ഷണം, അവിടെ ഒരു കാഴ്ച ബംഗ്ലാവില് ആ ഒരു സിംഹത്തിന് പോയി കൊടുക്കുകയാണ്. ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക്. മനസ്സിലായില്ലേ എങ്ങനെ ഇവർക്ക്? അപ്പൊ അവരുടെ മൈൻഡ് അത് ട്രെയിൻഡ് ആണ്. ഇപ്പൊ നോക്കൂ, ആന എത്ര പേരെ തൂക്കി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, എന്നാലും പാപ്പന്മാർക്ക് വല്ല പേടിയുണ്ടോ? കൂളായിട്ടില്ല അവർ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്ന പോലെ അതിൻ്റെ അടുത്തേക്ക് പോകണു. പേടിയുണ്ടോ? അതിൻ്റെ അടുത്തേക്ക് പോകാൻ ചെറിയൊരു പേടി നിൽക്കില്ലേ? കാണുമ്പോഴൊക്കെ കുഴപ്പമില്ല, നല്ല ചന്തമുണ്ട്, ഒക്കെ കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ അടുത്തേക്ക് എല്ലാം പറഞ്ഞാൽ കയ്യും കാലും ഒക്കെ ഒന്ന് കാര്യം എന്ത് ചെയ്യുന്നറിയില്ല, തട്ടുമെന്നറിയില്ലല്ലോ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അനുഭവങ്ങളുടെ തീവ്രത നമുക്ക് എങ്ങനെയുള്ള മൈൻഡാണ് വേണ്ടത്? സുഖം വരുമ്പോൾ ഓവറായിട്ട് എക്സൈറ്റഡും ആവരുത്, ദുഃഖം വരുമ്പോൾ ഓവറായിട്ട് ഡിപ്രസ്ഡും ആവരുത്. അതൊരു നല്ല ക്വാളിറ്റി മൈൻഡ് അല്ലേ? ആണോ? പറയൂ. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാൻ ഒരു പ്രായം അങ്ങനെ വിചാരിക്കാം, നിങ്ങളെ ചെറുപ്പാണ് വിചാരിക്കുക. അപ്പൊ അവിടെ ചെക്കന്മാരെ ഷോപ്പ് ചെയ്യാം, ഇവിടെ സ്ത്രീകളാണ് കൂടുതൽ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ആണുങ്ങളെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെന്നിരിക്കാം, മാട്രിമോണിയൽ ഷോപ്പിംഗ്. അപ്പൊ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, വലിയ കുറച്ച് ഫ്ലോർ ഉണ്ട്. ഒന്നാമത്തെ ഫ്ലോറിൽ നല്ല പൈസ ഉണ്ട്, പക്ഷെ മൈൻഡ് ഒട്ടും ശരിയല്ല, മൂരുടൻ സ്വഭാവം, ഭയങ്കര ദേഷ്യക്കാരൻ. ഇതിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾ നോക്കി, നല്ല പൈസയാണ്, ഒരു പൈസയ്ക്കും കുറവില്ല, പക്ഷെ സ്വഭാവം ഒട്ടും ശരിയല്ല. പിന്നെ നിങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് കയറിയപ്പം അവിടെ നല്ല വിദ്യാഭ്യാസമാണ്, എല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണ്, പക്ഷെ മെന്റലി ഒട്ടും ശരിയല്ല. എപ്പോൾ വേണമെങ്കിലും അപ്സെറ്റ് ആവാം, ഇമോഷണലി വളരെ മോശമാണ്. അപ്പം അത് നോക്കിയപ്പോൾ കൺഫ്യൂഷൻ വരില്ലേ? ഏതാ വേണ്ടതെന്നുള്ളത് വരുമോ ഇല്ലയോ? ചെറിയൊരു ഡൗട്ട് വരില്ല, ഇതിലേതാ വേണ്ടതെന്നുള്ളത്.
അപ്പൊ അടുത്ത ഫ്ലോറിലേക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വിദ്യാഭ്യാസവുമുണ്ട്, സമ്പത്തുമുണ്ട്. ഏതുണ്ട്? അതുമുണ്ട്. പക്ഷെ ഭയങ്കര തലക്കനം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വായിച്ചപ്പം കാര്യം വിദ്യാഭ്യാസമൊക്കെ വേണം, പക്ഷെ തലക്കനം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഇത് മാനേജ് ചെയ്യുക എന്നുള്ളൊരു സംശയം. കുറച്ച് ഒരു ഫ്ലോറും കൂടിയും ഉണ്ട്. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യമൊക്കെ ജീവിക്കാനുള്ള കഴിവുണ്ട്, മെന്റലി വളരെ മെച്യൂർഡാണ്, പക്വതയുണ്ട്. നിങ്ങളിതിൽ ഏതിന് ഓപ്റ്റ് ചെയ്യും? ഒന്നാമത്തെ ഫ്ലോറിൽ തന്നെ പോവോ? രണ്ടാമത്തെ ഫ്ലോറിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉണ്ട് എന്ന് എഴുതുമ്പോൾ അങ്ങോട്ട് നോക്കുവോ? ഇല്ല. ഒന്നാമത്തെ ഫ്ലോർ കൊണ്ട് തീർക്കുവോ? ഇല്ല. രണ്ടാമത്തെ ഫ്ലോറിലേക്ക് കയറില്ലേ? കയറുമോ ഇല്ലയോ? രണ്ടാമത്തെ ഫ്ലോറിൽ നിന്ന് പിന്നെ മൂന്നാമത്തെ ഫ്ലോറിലേക്ക് കയറുമോ? കയറുമില്ലയോ? നാലാമത്തേലേക്ക് കയറുമോ? കാരണം എല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് മെന്റലി കുറേയും കൂടി പക്വതയുള്ള ഒരാളെയാണ്. ആണോ? ഇതിലേക്ക് എത്തണ്ടേ നമ്മൾ? ഈ ഒരു സപ്താഹം കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത് അങ്ങനൊരു മാനസികാവസ്ഥയാണ്. സപ്താഹം കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പായസം കിട്ടുമെന്ന് വിചാരിക്കരുത്. സപ്താഹം കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ അനുകൂലമായി വന്നാലും ഓവർ എക്സൈറ്റഡ് ആവാത്തതും, എന്ത് തന്നെ പ്രതികൂലമായി വന്നാലും ഒട്ടും മെന്റലി ഡിപ്രസ്ഡും ആവാത്ത ഒരു മൈൻഡ് നിങ്ങൾക്ക് വേണം. എത്ര പേർക്ക് അത് വേണമെന്നുണ്ട്? ഇതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. ഇതാണ് ഭാരത ആത്മീയത എന്ന് പറയുന്നത്. ഇത് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ വിഷമമുള്ള, ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. നോക്കൂ, നിങ്ങളിവിടെ ആനയെ കാണുന്നില്ലേ? കാണാറില്ലേ? ഡെയിലി ആനയെ കൊണ്ടുവരും. ഇനിയിപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞാൽ വരും അടുത്ത ഇതിനുള്ളത്. അപ്പം ആനയെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ അങ്ങോട്ട് പോയി ആ മമ്മിയൂരിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും വഴിയിലുള്ള പട്ടികളൊക്കെ അതിനെ കണ്ട് കുരയ്ക്കും. പട്ടികൾ അവിടെ വെറുതെ അതിനെ കണ്ടാൽ കുരയ്ക്കും. ഇന്ന് വരെ ഈ ആന പട്ടിയെ നോക്കി, നിനക്കെന്താടാ എൻ്റെ കാര്യത്തിൽ കാര്യം? ആനയ്ക്ക് ഒരു മൈൻഡില്ല, നീ കുരയ്ക്ക്, എന്ത് വേണം ചെയ്തോളൂ. ആന അങ്ങനെ ഒരു കുരയുണ്ടെന്ന് പോലും പറയൂ ഭാവിക്കുന്ന പ്രശ്നമില്ല. അത്ര അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുന്ന ഒരു ആന കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്നാൽ നേരെ മറിച്ച് ഒരു പട്ടിയാണ് അതിലെ പോകുന്നെങ്കിലോ, ഒരു പട്ടിയാണ് അതിലെ പോകുന്നത്, വേറെ പട്ടി അതിനെ നോക്കി കുരയ്ക്കുന്നെങ്കിൽ അത് നോക്കി നിൽക്കോ? അങ്ങോട്ട് കുറച്ച് ബഹളം വെക്കുവോ? എന്താ ഒന്നും മിണ്ടാത്തത്? ബഹളം വെക്കൂല്ലയോ? അല്ലേ? പട്ടിയുടെ സ്വഭാവം അതാണ്. ഇനി നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങൾ ഇതിലേതാണെന്ന്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നിങ്ങളെ പട്ടിയാണെന്നൊന്നുമല്ല പറയണത്. അങ്ങനെയല്ല, ഇതിലേത് തരം മൈൻഡ് സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മളൊരു ഡിസ്റ്റർബ്ഡ് മൈൻഡ് സെറ്റാണോ അൺഡിസ്റ്റർബ്ഡ് ആണോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭാഗവതം കൊണ്ട് നമ്മളെ മൈൻഡിനെ അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതല്ലേ ജീവിതത്തിന്റെ ഒരു വലിയ വിജയം? ആണോ അല്ലയോ? അപ്പൊ നമുക്ക് മനസ്സിലാവും, ലോകമല്ല പ്രശ്നം, മനസ്സാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സ് ശരിയായാൽ ജീവിതം ശരിയായി. മനസ്സ് ശരിയല്ലെങ്കിൽ ജീവിതവും ശരിയല്ല. നോക്കൂ, ഈ ലോകത്തിൽ നോക്കി നിങ്ങൾ പഠിക്കണം അത്. കാരണം ഇന്ന് കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലേ? വലിയ കോടീശ്വരന്മാരൊക്കെ സൂയിസൈഡ് ചെയ്യുന്നു. കാരണം മനസ്സിന് സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ എത്ര സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സെലിബ്രിറ്റീസ് ആത്മഹത്യ ഉണ്ടോ? ഇല്ലേ? അവർക്ക് സൗന്ദര്യത്തിന് കുറവുള്ളതുകൊണ്ടാണോ? പക്ഷെ എവിടെയോ സ്നേഹമില്ല, എവിടെയോ അവര് മാനസികമായിട്ട് വഞ്ചിക്കപ്പെട്ടോ വളരെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അല്ലേ? ഈ തരത്തിലൊക്കെ ഉള്ള മെന്റൽ ഒരു കണ്ടീഷനിൽ ജീവിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവസാനം അവര് ഒരു സൂയിസൈഡിലേക്ക് പോകുന്നത്. ഇവിടെ സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിനെ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വിട്ട് തരില്ല. എൻ്റെ മൈൻഡ് എൻ്റെ തന്നെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ നിയന്ത്രണത്തിൽ മനസ്സ് വെക്കുമ്പോഴാണ് ആ മനസ്സിനെ മറ്റൊരാൾക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് എപ്പോഴും മഹാത്മാക്കൾ പറയും, കീപ് യുവർ മൈൻഡ് അണ്ടർ യുവർ കസ്റ്റഡി എന്ന്. കീപ് യുവർ മൈൻഡ് ഇൻ യുവർ ഓൺ പോക്കറ്റ് എന്ന് പറയും.
നിങ്ങളുടെ മനസ്സിനെ എവിടെ വെക്കണം? നിങ്ങളുടെ പോക്കറ്റിൽ. അതിന് വേറൊരാൾക്ക് എടുക്കാൻ ഒരിക്കലും ഇപ്പൊ നിങ്ങൾ പാസ്വേഡ് നിങ്ങളുടെ കയ്യിലല്ലേ വെക്കുക? എന്താ ഒന്നും മിണ്ടാത്തത്? നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയോ? അല്ലെങ്കിൽ പിന്നെ ഈ സർദാർജിമാരെ കുറിച്ചാണ് നമ്മൾ തമാശ പറയാം. നിങ്ങൾ കേട്ടില്ലേ സർദാർജിന്റെ അങ്ങനെ ഒരു തമാശ പറയും. ഈ സർദാർജിമാർ ഇത്തിരി മൂള കുറവാണെന്നാണ്. ചില സമയത്ത് സത്യമാണ് തോന്നുന്നുണ്ടോ. എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാനൊരിക്കൽ ചെന്നൈയിൽ നിന്ന് ബോംബെക്ക് പോവാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു സർദാർജി ഇരുന്നത്. അതിൽ കുറേ നേരം അദ്ദേഹത്തിൻ്റെ വാച്ച് നോക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറയും, ബാബാജി അഭി ടൈം കിത്തന ഹോ ഗയാന്ന്, സമയം എത്രയെന്ന്. അപ്പം ഞാൻ ആപ്കെ പാസ് വാച്ച് ദേഖിയെ ആപ്കെ. അപ്പം പറഞ്ഞു, ഏത് 2 दिन हो गया अभी तक नहीं काम करता है. 2 ദിവസത്തേക്ക് കാം ചെയ്യില്ലേ, ഇത്ര പണിയെടുക്കില്ല. ഞാൻ ചോദിച്ചു, അഭി കൈസെ മാലം ഹോ ഗയാ ആപ്കോ എന്ന്. അല്ല, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പണിയെടുക്കണില്ല എന്നുള്ളത്. അപ്പോൾ നോക്ക്, ലേശൊരു മൂള വേണ്ടേ? സമ്മതിച്ചു, തൊഴുതുപോയി ഞാൻ അദ്ദേഹത്തെ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഈ സർദാർ ഇങ്ങനെ ഈ ATM ഒന്ന് കാശെടുക്കുകയാണ്, കാർഡ് വെച്ചിട്ട്. അപ്പം ഇദ്ദേഹം പാസ്വേഡ് ഇട്ട സമയത്ത് പുറകിലുള്ള ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാസ്വേഡ് കണ്ടു എന്ന്. പാസ്വേഡ് ഞാൻ കണ്ടു എന്ന്. അപ്പം ചോദിച്ചു, എന്താ കണ്ടതെന്ന്. സ്റ്റാർ 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 സ്റ്റാർ. അപ്പം ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുക, അല്ല നിങ്ങൾക്ക് തെറ്റാണ്, 4642 എന്ന്. വൃത്തി കൊടുത്തില്ലേ? വൃത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ അത്ര മൂളില്ലാത്തവരായിരിക്കണം. എന്നാലേ നമ്മൾക്ക്. അപ്പൊ നമ്മുടെ പാസ്വേഡ് നമ്മൾ ആർക്കും ഷെയർ ചെയ്യാത്ത പോലെ അല്ലേ? ഷെയർ ചെയ്യാറുണ്ടോ? അപ്പൊ നിങ്ങളൊക്കെ ഫോൺ ഒരു പക്ഷേ മക്കളോട് പറയേ സെഡ് വരച്ചാൽ മതി, എല്ല് വരച്ചാൽ മതി അല്ലേ? എനിക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ചില സ്ത്രീകള് ഈ ഭർത്താവിൻ്റെയൊക്കെ ഫോണുണ്ടല്ലോ, സംശയത്തോടുകൂടി നോക്കുന്നവര്. അപ്പൊ ഈ ഭർത്താവാണെങ്കിൽ തംപ്രിന്റ് ഒക്കെ വെച്ചായിരിക്കും ഇതിന്റെ ഓക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് ഭാര്യയ്ക്ക് കാണാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കിടന്നുറങ്ങുമ്പോഴാണ് പോയി അമർത്തിയിട്ടുണ്ടാവുക. ഈ മനുഷ്യൻ കിടന്നുറങ്ങും, പോയി വിരലൊക്കെ അമർത്തി തുറക്കും. ഇതെങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവ് മനസ്സിലാക്കി, ഞാൻ അറിയാതെ ഇവളെന്റെ, പിന്നെ ഇത് തുറക്കാനേ പറ്റുന്നില്ല. ഭാര്യ ആവും പാടും ശ്രമിച്ചു. പിന്നൊരിക്കൽ ഇദ്ദേഹം തുറക്കുമ്പോഴാണ് ഭാര്യ മനസ്സിലാക്കി. ഇദ്ദേഹം എന്താ അറിയോ, കാലിന്റെ വിരലുകൊണ്ട് അത് ഓഫ് ചെയ്യുന്നത്. കൈയുടെ വിരല് മാറ്റിയിട്ട് കാലിന്റെ വിരലുകൊണ്ട്. ആരും പ്രതീക്ഷിക്കില്ലല്ലോ, ആരും പ്രതീക്ഷിക്കില്ല ഇല്ല. ചില ആളുകളുടെ ഈ ചെരുപ്പ് അമ്പലത്തിൽ പോകാത്തതിന്റെ കാരണം എന്താണ്? ഒരു ചെരുപ്പ് പടിഞ്ഞാറ് കറി, ഒരു ചെരുപ്പ് കിഴക്കേ നടയിലും കൊണ്ടുപോയിരുന്നു. പിന്നെ അവന്റെ ചെരുപ്പ് ആരെടുത്തുകൊണ്ട് പോകണു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ബുദ്ധിമാന്മാരുണ്ട്. അപ്പോൾ ഇവിടെ അവനവൻ്റെ പാസ്വേഡ് നമ്മൾ ഷെയർ ചെയ്യാത്ത പോലെ ഈ മനസ്സിനെ നമ്മൾ മറ്റുള്ളവർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടാക്കി മാറ്റരുത്. കീപ് യുവർ മൈൻഡ് ഓൾവേസ് വിത്ത് യു. അതെങ്ങനെയാണ് സാധിക്കുക? മൈൻഡ് എന്ന് പറയുന്നത് തോട്ട്സ് ആണ്. അപ്പം അതിനെ ഒരു തോട്ട്സ് ആക്കി കൊണ്ട് നടക്കണം. അതിനാണ് ഒരു നാമം എപ്പോഴും ചൊല്ലുന്നത്. മന്ത്രദീക്ഷ എന്ന് പറയുന്നത് അതിനാണ്. മന്ത്രദീക്ഷ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡിലി ഒരു നാമം ചൊല്ലില്ല. ഈ മന്ത്രം കൊണ്ട് മൈൻഡിനെ നമ്മുടെ കസ്റ്റഡിയിൽ, കൺട്രോളിൽ വെക്കാനാണ് എപ്പോഴും. ഏതെങ്കിലും ഒരു വെറുതെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്ര ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് കുറേ കഴിഞ്ഞാൽ അതിലൊരു ലയം വരും. ഈ മദ്യപാനികൾക്ക്, ഡ്രഗ്സ് അഡിക്ട്സിനെ കിട്ടില്ലേ, അതിലൊരു ലയം. ഇതുപോലെ മന്ത്രത്തിലൊരു ലയം വന്നാൽ, സത്യം പറയുകയാണെ, ഇതൊരു വലിയ അനുഭൂതിയാണത്. സമയം പോകുന്നത് തന്നെ അറിയില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് അനുഭവമുള്ളവരുണ്ട്. കുറേ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ലഹരിയാണത്. നാമത്തിൽ അങ്ങനെ ലയിച്ച് മണിക്കൂറുകൾ. ഇപ്പം നോക്കൂ, നമ്മൾ ഈ പ്രഭാഷണം തന്നെ എത്ര സമയം പോകുന്നതേ അറിയില്ല. പെട്ടാർന്ന് പോകും. കാരണം അതിലൊരു ലയം വന്നു കഴിഞ്ഞാൽ, അതിലൊരു രുചി വന്നു കഴിഞ്ഞാൽ, അന്യത്രസ്യാൽ രതി ക്വചിത് എന്ന് പറയും. വേറൊന്നിലേക്ക് മൈൻഡ് ഒരിക്കലും പോവില്ല. അതിനാണ് ഈ പൂർവികര് നാമം ചൊല്ലാൻ പറഞ്ഞത്. ഒരു മന്ത്രം, ഏതെങ്കിലും ഒരു മന്ത്രം, അതിങ്ങനെ മനസ്സിലങ്ങനെ കൊണ്ടു നടന്ന് പ്രായമാകുമ്പോഴാണ് ഏറ്റവും രസം എന്നാ പറയുന്നത്. കാരണം അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ല. നമ്മളെ ആണെങ്കിൽ പണ്ടത്തെ ഡിമാൻഡ് ഉണ്ടാവില്ല. കാരണം ഇത് ഏറെക്കുറെ പഞ്ചറായി 15 കൊല്ലം കഴിഞ്ഞ വണ്ടിയാണ്. ഇനി ഇത് പൊളിക്കാനേ പറ്റുള്ളൂ, ആക്രിക്കാർക്കേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണ് ഒരു ആക്രിക്കടക്കാരൻ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കൂടെ പോവുകയാണ്. പഴയ സാധനം കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പേരക്കുട്ടി പറയാം 2 എണ്ണം ഉണ്ട് എന്ന്. ഈ മുത്തച്ഛനും 2 എണ്ണം ഉണ്ട് വീട്ടിലത്. ഇത് ആക്രിക്കാർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ കുറേ കഴിഞ്ഞാൽ ഇനി നമ്മളെ കൊണ്ട്. പക്ഷെ ആ സമയമാണ് ആരും നിങ്ങളെ ഉപദ്രവിക്കാത്തൊരു സമയം അല്ലേ? ആണോ?
ആകെയുള്ളൊരു പ്രശ്നം ആയയുടെ പണി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ചിലർക്ക്. എന്നുവെച്ചാൽ കുട്ടികളെ നോക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ കുട്ടികളെ നോക്കേണ്ട അധികം ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ മക്കൾക്ക് അതും പേടിയാണ് നിങ്ങളെ ഏൽപ്പിക്കാൻ. കാരണം നിങ്ങൾ എന്തെങ്കിലും കൊളാക്കി വെക്കുമോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അവരധികം നിങ്ങളുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കുകയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. കാര്യം നിങ്ങൾക്ക് സമയം ധാരാളം കിട്ടുന്നൊരു സമയം. ആ സമയത്ത് പൊട്ട സീരിയൽ കണ്ട് ജീവിതം തീർക്കരുത്. ഇതിലൊക്കെ ഒരു രുചി വന്നാൽ സമയം കടന്നു പോകുന്നത് അറിയില്ല. ഇങ്ങനെ ഭരതൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു കൃത്യതയോടുകൂടി ജീവിതം കൊണ്ടു നടന്നാൽ ജീവിതത്തിൻ്റെ താളം ഒരിക്കലും തെറ്റുകയില്ല. അത്ര ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ രഘൂഗണം, അതുപോലെ ഭരതനും രഘൂഗണനും പറയുന്ന ഒരു 2 വരികൾ കൂടിയുണ്ട്. 13-ാമത്തെ അധ്യായത്തില് പറയാണ്, രഘൂഗണ ഏതൽ തപസന്നയാദി ന ചേച്ചിയാ നിർവമണൽ ഗൃഹത്വ ന ഛന്ദസാനൈവ ജലാഗ്നിസൂരി വിനാ മഹത്പാദരജോഭിഷേകം യത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദം പ്രശ്രൂയതേ ഗ്രാമ്യ കഥാവിഘാത നിഷേപ്യമാണോനുദിനം മുമുക്ഷോ മതിം സതിം യച്ഛതി വാസുദേവേ. അതായത് കൃത്യമായ ഒരു അനുഷ്ഠാനങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ മനസ്സിൻ്റെ വ്യാപ്തി, മനസ്സിൻ്റെ ശക്തി, മനസ്സിൻ്റെ സുഖം ഇതെല്ലാം കൂടി വരുന്നു. എനിക്ക് തോന്നുന്നു ഹ്യൂമൻ സൈക്കോളജി ഇത്ര ഡെപ്തിൽ പഠിച്ച ഒരു പാരമ്പര്യം ലോകത്തിൽ എവിടെ ഉണ്ടാവില്ലേ. ഇപ്പം നമ്മുടെ മനസ്സുണ്ടല്ലോ, വാസ്തവത്തിൽ ആ മനസ്സെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അറിയാം എന്നുള്ളതാണ്. പക്ഷെ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും വളരെ വിട്ടിട്ടാണ്. അത് പല കാര്യങ്ങളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, പല ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ ശക്തി പ്രായമാകും തോറും ചോർന്ന് അതാണ് ഈ പ്രായം പെട്ടെന്ന് പലരെയും അലട്ടുന്നത്. കാരണം മനസ്സ് വേണ്ടാത്ത ചിന്തകളിലൂടെ ഊർജം ഒരുപാട് കൺസ്യൂം ചെയ്തു പോകുന്നുണ്ട്. അതറിയണേയില്ല നമ്മൾ. ശരിയാണോ? ആവശ്യമില്ലാത്ത ചിന്തകൾ, അതാണ് പ്രായം ചിലരെ പെട്ടെന്ന് ബാധിക്കുന്നത്. ഇപ്പം നിങ്ങളെന്നും പ്രായം ബാധിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? ആഗ്രഹമുണ്ടോ ഇല്ലയോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതല്ലേ കളറൊക്കെ അടിച്ച് നമ്മൾ കൊണ്ട് നടക്കുന്നത്. നമ്മളെല്ലാവരും ചെറുപ്പാവണം എന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ മനസ്സ് അനാവശ്യമായി നോക്കൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മൊബൈൽ ബാറ്ററി, ഈ മൊബൈലിനകത്ത് നിങ്ങൾ ഒരുപാട് സെർച്ച് നടത്തി പല ഫയലുകളും ഓപ്പൺ ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയോ അറിയില്ല. ഈ ബാക്ക്ഗ്രൗണ്ട് ഫയലുകൾ ആക്റ്റീവ് ആണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് പട്ടേന്ന് പറഞ്ഞ് തീർന്നിട്ടുണ്ടാവും. കാരണം ഈ ബാക്ക് ഫയലുകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? നേരെ മറിച്ച് നിങ്ങളെ ബാക്ക് ഫയൽ ഹിസ്റ്ററി എന്നൊരു പാർട്ടുണ്ട്, അത് പോയി ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ബാക്ക് ഫയലുകളൊക്കെ കുറയും തോറും ബാറ്ററിയുടെ കപ്പാസിറ്റിയും ഒക്കെ കുറയും. മനസ്സിലായില്ലേ? ആവശ്യകത കുറയും, അല്ലെങ്കിൽ ഇത് കൂടുതൽ കൺസ്യൂം ചെയ്യും. ഇതുപോലെ മനസ്സിൽ ഒരുപാട് ബാക്ക് ഫയലുകൾ കണ്ടമാനം തുറന്ന് കിടക്കുകയാണ്. നമുക്കറിയില്ല ഏതൊക്കെയാണ് തുറന്ന് കിടക്കുന്നത്. അപ്പം ഈ ഫയലുകളൊക്കെ തുറന്ന് കിടക്കുന്നതാണ് നമ്മുടെ ഊർജത്തെ കുറയ്ക്കുന്നതെങ്കിൽ ഒരു നിരന്തരമായ ഉപാസന കൊണ്ട് ആ മനസ്സിൻ്റെ ഒരു ശക്തി കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തെ പോലും നമുക്ക് തടയിടാൻ സാധിക്കുന്നതാണ്. മനസ്സ് വിചാരിച്ചാൽ യൗവനത്തിലെത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു ചികിത്സയുണ്ട്, കായകൽപ്പ ചികിത്സ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സയാണ്. മനുഷ്യനെ ഒരു 40 കൊല്ലത്തിൻ്റെ പുറകോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത്. എത്ര കൊല്ലം എനിക്കറിയില്ല, അതിന് എത്ര കൊല്ലം പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷെ അതിന് ഭയങ്കര ചെലവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 40-50 ലക്ഷം ചെലവഴിക്കണം. അത് ഇവിടെയില്ല. ഒറ്റപ്പാലത്ത് എവിടെയുള്ള ഒരു കുടി കിട്ടിയിട്ടുള്ളത്. അവിടെ മാത്രമേ ഡോക്ടർ സേതുമാധവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലെ ആ സാധനം ഉള്ളൂ ഇന്ന് കേരളത്തിൽ. വളരെ അത്യപൂർവമായൊരു ചികിത്സയാണ് ഈ കായകൽപ്പ ചികിത്സ. ഞാൻ അവിടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ 3 പേരെ ചികിത്സിച്ചുള്ള അത് 3 പേരും വിദേശികളാണെന്ന്. അപ്പോൾ ഒരാൾക്കും ഇവിടെ ചികിത്സിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പലരും മലയാളി വന്നിട്ടുണ്ട്, ധാരാളം മലയാളികൾ. പക്ഷെ അവർ കാശിൻ്റെ ചിലവ് കേൾക്കുമ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ അടുത്ത ജന്മം ആദ്യം തുടങ്ങാമെന്ന്. ആരും 35-40 ലക്ഷം ചിലവഴിച്ചൊരു 40 വയസ്സ് അതിങ്ങനെ ശരിക്കും അയാൾ കാണിച്ചെന്ന് എനിക്ക് ഫോട്ടോ. ആ ഡോക്ടർ
ഈ നരച്ച മുടിയൊക്കെ നല്ല കറുത്ത മുടിയിട്ട് പെയിന്റ് തേക്കാതെ, ഒരു പെയിന്റും വേണ്ട, അത്ര ഗോദ്രേജ് കമ്പനി ഒന്നും അല്ലത്, ഒറിജിനൽ കറുത്ത മുടിയൊക്കെ ആയിട്ട്, അതേപോലെ തന്നെ തൊലിയുടെ ആ ഒരു സ്കിന്നൊക്കെ വളരെ ടൈറ്റായിട്ട്, അപ്പം ആ ചുളിഞ്ഞ മുഖമൊക്കെ ഒന്ന് മാറി നല്ലൊരു, ഇനി ഞാനിതൊക്കെ കൂടെ പറഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് മേടിക്കാൻ വരും. കാരണം എല്ലാവർക്കും പിന്നെ ഇപ്പം ഭാഗവതല്ലേലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതൊന്നും കണ്ടാൽ തിരക്കിടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിന്റെ ചുളിവ് നികന്നാൽ ശരീരത്തിന്റെ ചുളിവും മാറ്റിയെടുക്കാം. ഏറ്റവും നല്ലത് ഏതാണ്? ഏത് ചുളിവ് മാറ്റലാണ് ഏറ്റവും നല്ലത്? ഏത് ചുളിവ് മാറ്റലാണ്? മനസ്സിന്റെ ചുളിവ് മാറ്റലാണ്, അല്ലേ? അങ്ങനെ മനസ്സിനെ നമ്മൾ അതിൻ്റെ ഊർജ സംരക്ഷണം, ഇപ്പൊ നാമം ചൊല്ലുന്നതൊക്കെ അതിൻ്റെ ഒരു ഊർജ സംരക്ഷണം, അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് പിന്നെ ഭാഗവതത്തിൽ 5-ാം സ്കന്ധത്തില് 22-ാം അധ്യായത്തില് 5-ാം സ്കന്ധത്തില് നോക്കട്ടെ, 19-ാം അധ്യായത്തില് 5-19 ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹിന്ദു മതത്തില് നമ്മൾ ഈ ദൈവം എന്നൊരു സങ്കല്പം പലപ്പോഴും നമ്മൾ ഏറെ തെറ്റായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഹിന്ദു മതത്തിൽ ഈ ദൈവ സങ്കല്പം, ഇതര മതങ്ങളിലൊക്കെ അവർ ഒരു ദൈവം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏകദൈവ ആരാധന മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസും പറയും ഒരു ദൈവമാണ് സ്വർഗസ്ഥനായ പിതാവ്. ഹിന്ദുക്കൾക്ക് എത്ര ദൈവമുണ്ട്? അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടായിരിക്കുക നല്ലത്. കാരണം നമുക്ക് ഉത്തരങ്ങളൊക്കെ അനവധി ഉത്തരങ്ങളായിരിക്കും വരിക, അല്ലേ? എത്ര ദൈവങ്ങളുണ്ട്? കണ്ടമാനമുണ്ടെന്നോ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത്, ഹിന്ദുവിന് ദൈവമില്ല. അതാണ് പരമസത്യം. സത്യത്തിൽ ഹിന്ദുക്കൾക്ക് ദൈവമില്ല. നിങ്ങൾ ആ അധ്യായം എടുത്ത് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 5-ാം സ്കന്ധത്തില് 19-ാം അധ്യായത്തില് 5-ാം ശ്ലോകത്തില് 5-19 5-ാം ശ്ലോകം അവിടെ പറയുന്നത് മർത്യാവതാര 19-ാമത്തെ അധ്യായം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കണം, കണ്ടു നിങ്ങൾ. മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം രക്ഷോവധായ ന കേവലം വിഭോ എന്നൊരു ശ്ലോകമുണ്ട്. അതായത് ഇവിടെ അവതരിച്ച അവതാരങ്ങളല്ലേ നമ്മൾ ദൈവം എന്ന് പറയുന്നത്? ആണോ? കൃഷ്ണൻ, രാമൻ, അയ്യപ്പനൊക്കെ അവതരിച്ച അവതാരം. ഇവരൊക്കെ അവതരിച്ചിരിക്കുന്നത് മർത്യശിക്ഷണത്തിന് വേണ്ടിയാണ്. എന്തിനാണ്? മർത്യ ശിക്ഷണത്തിന് വേണ്ടി. അപ്പൊ ശിക്ഷണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിക്ഷണം, ശിക്ഷകൻ, ശിക്ഷയല്ല, ശിക്ഷണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. ഇപ്പൊ ഇവിടെ മർത്യാവതാര അല്ലെങ്കിൽ അവതാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് മർത്യരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. പഠിപ്പിക്കാൻ വേണ്ടി വന്നവരെ പൊതുവെ ഹിന്ദുമതത്തിൽ എന്താ വിളിക്കുക? ഗുരു എന്ന സങ്കല്പമാണ് നമുക്കുള്ളത്. ന രക്ഷോവധായ ന കേവലം, ആരെയും രക്ഷിക്കാനോ വധിക്കാനോ അല്ല. അപ്പൊ നമുക്ക് ദൈവങ്ങളല്ലല്ലോ ഇവരെന്താ വിളിക്കേണ്ടത്? ഗുരുക്കന്മാരെന്നാണ്. ഹിന്ദു മതത്തിൽ അവതാരങ്ങളെല്ലാം ആരാണ്? ഗുരുക്കന്മാരാണ്. സത്യത്തിൽ നമുക്ക് ദൈവങ്ങളല്ല ഉള്ളത്. കൃഷ്ണനും രാമനും അയ്യപ്പനും ഒക്കെ നമുക്ക് ഗുരുക്കന്മാരാണ്. നിങ്ങൾ ഭാഗവതത്തെ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് കാണാനും പറ്റും. വരാഹാവതാരം വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, ജ്ഞാനായ വിദ്യാഗുരവേ നമോ നമോ എന്ന് വിദ്യാഗുരുവായി കണ്ട് വരാഹരൂപത്തെ സനൽകുമാരാദി നമസ്കരിക്കുന്നുണ്ട്. എല്ലാവരെയും ഭാഗവതം ഉണ്ടല്ലോ, കുറെ പേരുടെ കയ്യിലില്ലേ? ഈ ഫസ്റ്റ് വോള്യത്തിലെ ലാസ്റ്റ് പേജ് എടുക്കുക, എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. അതിൽ 76th ശ്ലോകം 76 ലാസ്റ്റ് ശ്ലോകം അല്ല, ലാസ്റ്റ് പേജ്, അതിൽ 76-ാം ശ്ലോകം. ഈ ഒരു കാര്യം കൂടി എന്നിട്ട് നമുക്ക് നിർത്താം. കാരണം നമുക്കിത് കുറച്ച് വിശിഷ്ട അതിഥികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി നിർത്തും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് നരസിംഹാവതാരമൊക്കെ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ആ രംഗം ഇതാണ്. പാണ്ഡവരുടെ അടുത്ത് നാരദര് വന്നു. പാണ്ഡവരുടെ കാലഘട്ടത്തില് പാണ്ഡവര് കൃഷ്ണനായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ആണ്. കൃഷ്ണനെ അത്ര അവരുടെ ഒരു എല്ലാമാണ്. കൃഷ്ണനില്ലെങ്കിൽ പാണ്ഡവരില്ല. കൃഷ്ണനോട് ചോദിച്ചിട്ടേ പാണ്ഡവര് നമ്മൾ പറയില്ലേ, ശ്വാസം എന്താ അവൾ അവനോട് ചോദിച്ചിട്ട് ശ്വാസം പോലും എടുക്കുള്ളൂ എന്ന് പറയാറില്ലേ? അങ്ങനെയുള്ള ബന്ധങ്ങളില്ലേ? അത്ര ഒരു ക്ലോസ് റിലേഷൻ ആയിരുന്നു പാണ്ഡവർക്ക് ആരോട്? കൃഷ്ണനോട്.
ഒരിക്കൽ നാരദ മഹർഷി പാണ്ഡവരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പാണ്ഡവരെ ഭാഗ്യം കെട്ടവരാവരുത്, സുഹൃതികളാവണം, അനുഗ്രഹീതരാവണം. ദയവ് വിചാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു സുഹൃത്തായി, ഒരു ദേവനായി, ഒരു പ്രിയനായി കൃഷ്ണനെ കണ്ടുപോയാൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ നടന്നു കിട്ടുമായിരിക്കാം, പക്ഷെ മനോബലം ഉണ്ടാവില്ല, മനസ്സിന് ശക്തി ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനോബലം എന്നത് വേണോ, മനസ്സിന് ഉയർത്തണോ, എങ്കിൽ കൃഷ്ണനെ കാര്യം നടത്തിത്തരുന്നവനായി അല്ല കാണേണ്ടത്. എങ്ങനെ കാണണം? അതാണ് ആ ശ്ലോകം. നോക്കാം. പറയണു, സവാ. ഇത് നാരദ മഹർഷി പാണ്ഡവരെ ഉപദേശിക്കുകയാണ്. നാരദ മഹർഷി പാണ്ഡവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത്. സവായം ബ്രഹ്മ മഹൽവൃമിക്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഖത്വാകലുമാതുലേയ ആത്മാർക്കണിയോ വിധികൾ ഗുരുശ്ച. സവായം, ഈ കൃഷ്ണൻ ബ്രഹ്മമഹദ്ഭൃമിക്യം. ഋഷിവര്യന്മാര് ഈ കൃഷ്ണനിലൂടെ പൂർണ്ണതയിലേക്ക് എത്തിയ മഹാന്മാരാണ്. കൃഷ്ണനെ ഒരു വഴികാട്ടി കണ്ടവർ പൂർണ്ണതയിലേക്ക് എത്തിയത്. ബ്രഹ്മമഹദ്ഭൃമിക്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി. അങ്ങനെയുള്ളൊരു കൃഷ്ണനെ നിങ്ങൾ പ്രിയ സുഹൃത് വാ മാതുലേയ. ആരാണ്? പ്രിയനായിട്ട്, സുഹൃത്തായിട്ട്, കാര്യം നടത്തിത്തരുന്നവനായിട്ട്, ഇങ്ങനെയൊക്കെ കണ്ട് പ്രിയ സുഖത്വാകലു മാതുലേയ. കുറച്ചൊക്കെ സുഖം കിട്ടും, കുറച്ചൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടും. പക്ഷെ നിങ്ങൾക്ക് മനോബലം വേണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാർക്കണീയോ വിധികൾ കുരുശ്ച. ആരായിട്ട് കാണണം? ഒരു ഗുരുവായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിന് ഉയർത്താം. ആരായിട്ട് കാണാനാ പറഞ്ഞു കൊടുക്കുന്നത്? ഉറക്കെ പറയൂ. നാരദ മഹർഷി എന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ കൃഷ്ണനെ എങ്ങനെ കാണാനായിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക? പറയൂ നിങ്ങൾ. ഒരു ഗുരുവായി. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ എന്ന പേര്. ഗുരുവാണ്. ഗുരുവായൂരപ്പൻ ഒരു ഗുരുവാണ്. അതുകൊണ്ട് വ്യാസഭഗവാൻ കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ അതാ പറയണത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണനെ ആരായി കാണാനാ പറയുന്നത്? പറയൂ. അപ്പൊ പിന്നെ ഹിന്ദുക്കൾക്ക് ദൈവം ഇല്ലേ? നമുക്ക് ദൈവമല്ല, ദൈവീകതയാണുള്ളത്. എന്താണ് ദൈവം എന്ന വാക്കിന്റെ അർത്ഥം? അത് ശരിക്കും പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദിവ് എന്ന സംസ്കൃത റൂട്ടിൽ നിന്നാണ് ദൈവം എന്ന വാക്ക് വന്നത്. ദിവ്, അതിൽ നിന്നാണ് ദീപം, വെളിച്ചം, പ്രകാശം എന്നൊക്കെയാണ് അർത്ഥം. സന്ധ്യയ്ക്ക് നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ എന്താ പറയാ? ദീപം 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 എന്നല്ലേ പറയുക? ആണോ? ആണോ? പണ്ടൊക്കെ ഇങ്ങനെ വീടുകളിൽ സന്ധ്യയ്ക്ക് കേൾക്കായിരുന്നു. എന്ത്? ദീപം എന്ന് പറഞ്ഞ് കൊണ്ടുവരും. ഇന്നിപ്പോ ദീപം എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ ദീപ വിളി കേൾക്കും. കാലം മാറിപ്പോയി. ഇന്നിപ്പോ ദീപം എന്നൊക്കെ പറയൂ ആരെങ്കിലും പറയുന്നവരുണ്ടോ? എത്ര പേര്? ഭഗവാന് മാത്രമേ അറിയുള്ളൂ സത്യമാണോ എന്നുള്ളത്, അല്ലേ? ചിലരൊക്കെ പറയുന്നുണ്ടാവും, ഇല്ലയെന്നല്ല. കുറേയൊക്കെ ട്രഡീഷൻ കൊണ്ട് നടക്കുന്നവരുണ്ടാവും. പിന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞാലും പറഞ്ഞു തന്നെയാണ്. മറ്റേതല്ല ഉറക്കെ പറയും, റോട്ടിൽ കൂടെ പോകുന്നവർക്കൊക്കെ കേൾക്കാൻ പറ്റും. ഓ ദീപം എന്ന്, അല്ലേ? കേൾക്കാറില്ലേ? അന്നത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പോട്ടെ, ഏതായാലും ദിവ് എന്ന റൂട്ടിൽ നിന്നാണ് ദീപം, അതിന്നാണ് ദീപ്. അതിനർത്ഥം പ്രകാശം എന്നാണ് അർത്ഥം. ഏത് പ്രകാശത്തെ കുറിച്ചാ പറയുന്നത്? ആത്മപ്രകാശം. ഏത് പ്രകാശം? ഈ പ്രകാശം എവിടെയാണ്? കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി സ്ഫുരിക്കും നാദഹരി നാരായണായ നമ എന്ന് എഴുത്തച്ഛൻ. കൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ പറയും, ഗീതയില് 4-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും,
യോന്ത സുഗന്ധരാരാമ തദാന്തർജ്യോതിരേവച തദാ അന്തർജ്യോതിരേവച സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂയോ വികൽപ്പതേ. എന്താ പറയുന്നത്? അന്തർജ്യോതി. ഏത് ജ്യോതി? അപ്പൊ ദൈവം എവിടെയാണ്? ദൈവം എവിടെയാണ്? പുറത്തല്ല ദൈവം. പ്രകാശം ഉള്ളിലാണ്. പ്രകാശം ഉള്ളിലാണ്. ഏത് പ്രകാശം? പുറത്തുള്ള പ്രകാശത്തെ പോലും കാണിച്ചു തരുന്ന ആത്മപ്രകാശം. മനസ്സിലായില്ലേ? മറ്റു പ്രകാശങ്ങളെ കാണിച്ചു തരുന്ന ഒരു കോൺഷ്യസ് ലൈറ്റ്, ഒരു അവയർനെസ് ലൈറ്റ്, ബോധപ്രകാശം. ഈ പ്രകാശത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഹിന്ദുക്കൾക്ക് ദൈവമില്ല, ഉള്ളത് ദൈവീകതയാണുള്ളത്. അപ്പൊ നമുക്ക് 33 കോടി ദേവന്മാരല്ല, 33 കോടി ഗുരുക്കന്മാരുടെ സംസ്കാരമാണ് ഭാരതത്തിലുള്ളത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് നരസിംഹാവതാരം വരുമ്പോൾ പ്രഹ്ലാദൻ സ്തുതിക്കുന്ന സ്തുതി ഇങ്ങനെയാണ്: കോന്നത്രതേ അഖില ഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവലോഭഹേതോ മൂഢേഷു വൈ മഹദനുഗ്രഹ ആർദ്ദബന്ധോ കിം തേന തേ പ്രിയജനാനനുസേവതം ന. ഹേ അഖില ഗുരോ, ഭഗവാനെ വിളിക്കുന്നത് ഭാഗവതത്തിൽ എത്ര തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇല്ലേ? കുന്തിദേവി പറയുന്നില്ലേ കൃഷ്ണനോട്? എന്താ പറയുന്നത് അവസാനം? അഖില ഗുരു യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് കുന്തിദേവി. കൃഷ്ണനെ ആരായിട്ടാ കണ്ടത്? വിഭത സന്തുനശ്വത തത്ര തത്ര ജഗദ്ഗുരു ആരായിട്ടാ കാണുന്നത്? ഒരു ഗുരുവിന്റെ ആണോ അല്ലയോ? നിങ്ങൾക്ക് എത്ര റെഫറൻസ് വേണം, എത്ര ശ്ലോകങ്ങൾ വേണം കോട്ട് ചെയ്തുതരാം. നീ ഗജേന്ദ്ര മോക്ഷം വരുമ്പോ ഗജേന്ദ്രന് പറയണം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇവരൊക്കെ വിളിച്ചിരിക്കുന്നത് ഏതാണ്? അഖില ഗുരു എന്ന്. അപ്പൊ നമുക്ക് 33 കോടി ദൈവങ്ങളാണോ? 33 കോടി ഗുരുക്കന്മാരാണോ? അവർക്ക് പറയൂ, ഗുരുക്കന്മാര്. അപ്പൊ ആ ഗുരുക്കന്മാര് കാണിച്ച പാതയിലൂടെ, വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുമ്പോഴാണ് ജന്മം സഫലമാവുന്നത്. ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരണം. ഗുരുക്കന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഗുരുഭവനപുരിയിലിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ കാണിച്ചു തന്ന പാതയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നമ്മളെ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇപ്പം ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊരു പോസ് ചെയ്യേണ്ട നിർത്തുകയാണ്.